അതിൻ്റെ അഹങ്കാരമായിട്ട് കാണാം. എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് സരസ്വതി തോന്നുകയാണെങ്കിൽ അത് ഭഗവാന് കൊടുക്കുക. അത്രേ ഉള്ളൂ ഞാൻ പറയാനുള്ളൂ. ഏതായാലും തുടങ്ങാണ്. പിന്നെ അതുമാതിരി ഇടയ്ക്ക് ഞാൻ ശ്ലോകമൊക്കെ ചെല്ലും. അപ്പം എനിക്ക് ഞാൻ പറയല്ലോ, ഈ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിട്ടേ ഈ ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ വിറക്കുന്നു, നരിചത്തു നരനായി വിറക്കുന്നു, നാരിചത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി വിറക്കുന്നു, ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ അല്ലെ, കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്നെത്ര നേടുന്നു കർമ്മങ്ങൾ, കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിന്നു വെളുതല്ല നിർണയം. അവിടെ അതിൽപ്പെട്ട കഴിഞ്ഞ ജന്മത്തിൽ വല്ല മുരാരിബാബു മറ്റൊക്കെ ആയിട്ട് ജനിച്ച് ജീവിച്ച മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഈ കോലത്തിലാക്കിയത്. പക്ഷെ ഞാനിപ്പം ഭഗവാനോട് ഏറ്റവും നന്ദി പറയണ, ഞാൻ എൻ്റെ ദൈവത്തിനോട് അള്ളാഹുനോട് എപ്പോഴും ശ്രദ്ധിക്കല്, ഞാനൊരു മുസ്ലിമായി ജനിച്ചില്ല. ഒരു പക്ഷെ ഞാൻ മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയധികം ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണോ നമ്മൾ വേണ്ട വിചാരിക്കുന്നത് അത് മുഴുവൻ എന്നോട് തന്നെ ചെയ്യിപ്പിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സ്വാമിജിനോട് പറഞ്ഞിട്ടുള്ളൂ, 2 ആഴ്ച മുന്നേ ഒരു പോത്തിനെ അറുത്തിട്ട് 225 വീട്ടിലേക്ക് എൻ്റെ മാംസം എന്നോട് കൊണ്ടേപ്പിച്ച് ഭഗവാൻ. എൻ്റെ മോളം മുടികളച്ചിലാൻ പാടില്ല, മുടികളച്ചിൽ അറക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ആ ജന്മ കർമ്മങ്ങൾ ചെയ്ത് പോവാണ്. അപ്പൊ എന്താ പറഞ്ഞ വെച്ചാല്, നേരത്തെ പൂന്താനത്തിന്റെ പരികൾ പാടി. സത്യത്തിൽ എന്തിനും നമ്മൾ ഗീത ഒന്നും പഠിക്കാനോ ഒന്നിനും പോകണ്ട, ജ്ഞാനപ്പാനെ മാത്രം പഠിച്ചാൽ മതി. ജ്ഞാനപ്പാന്റെ നാട്ടിലെ ആളാണ് അബ്ദുക്ക, മലപ്പുറത്ത് വന്നാണ്. ഒരിക്കൽ പൂന്താനത്തിൽ പോയൊരു അനുഭവം പറയണോ? ഇല്ലത്ത് പൂന്താനത്ത് ഇടയ്ക്ക് നമ്മൾ പോകണാണ്. അങ്ങനെ ഒരിക്കൽ നമ്മൾ ഇല്ലത്ത് അവിടെ പൂന്താന സാഹിത്യോത്സവത്തിന് പോയി. നമ്മളും എൻ്റെ അമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനും ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോയി. അപ്പം അന്ന് അവന് ബെൻസ് എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വലിയ പൈസക്കാരൻ നമ്മളെ വരുന്നില്ല, അപ്പം നമുക്ക് ഇന്ന് അതിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്കൊരു സ്പിരിച്വൽ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ അവിടെ എന്താണ് ഈ പരിപാടി നടക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അപ്പോൾ എനിക്ക് അറിയാം അവിടെ എന്താ സംഭവിക്കുക. അപ്പോൾ എനിക്ക് ഇത് ഫുള്ളായിട്ട് ബൈഹാർട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പോക്കറ്റിൽ ഞാനപ്പാൻ്റെ 5 റുപ്യൻ്റെ ചെറിയ പുസ്തകം കൊണ്ട് പോക്കറ്റ് ഇട്ടിട്ടാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ദേവസ്വം ബോർഡിൽ ഓഫീസിൽ ചെന്നിട്ട് വെച്ചു, എനിക്കൊരു ജ്ഞാനപ്പാന പുസ്തകം വേണം, ഇവിടെ നിന്ന് കിട്ടാൻ വല്ല മാർഗമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നാരായണി ഉണ്ട്, അതുണ്ട്. ഞാൻ പറഞ്ഞു നാരായണിയല്ലല്ലോ വേണ്ടത്, ഇവിടെ വേണ്ടത് എന്താണ്, ഇപ്പോൾ ജ്ഞാനപ്പാനല്ലേ. അപ്പോൾ ജ്ഞാനപ്പാൻ്റെ പുസ്തകം എനിക്ക് വേണ്ടത്, നാരായണി എനിക്ക് വേണമെന്നില്ല. അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ അപ്പുറത്ത് സാറ് പോയിട്ട് അവിടെ മാതൃഭൂമിൻ്റെ ബുക്ക് സ്റ്റാൻഡ് അവിടെ പോയിക്കോളൂ, അവിടെ ഉണ്ടാവുന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഒരു നാരായണി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒക്കെ ഉണ്ട്. എന്തില്ല? ജ്ഞാനപ്പാനല്ല. ചിന്തിക്കണം, ഹൈന്ദവ സമാജത്തിന്റെ ദുര്യോഗം ഞാൻ പറയാൻ പോണം. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ഒരു തലയിട്ട് കാര്യമില്ല. കുലിൽ ഹെക്ക വലോ കാന മുറാന്ന് എൻ്റെ ഗുരു പഠിപ്പിച്ചു. സത്യം ഉപ്പിനക്കാണ് കൈപ്പാണ് സത്യം പറയണം. നമ്മുടെ സമാജത്തിന്റെ ദുര്യോഗമാണ്. എവിടുക്കെ നമ്മൾ പോണ ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. അവർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇല്ലേ, പറഞ്ഞു ശരി എന്താ കിട്ടും, നിങ്ങൾ ഓഫീസിൽ അവിടെ തന്നെ പോയിക്കോളൂ, അവിടെ പിന്നെയും കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞു നമുക്കിത് നിർബന്ധമാണ്, ഞാനപ്പാനൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും തരാം, ഒരു കാര്യം ചെയ്തോളൂ, ഒരു 20 റുപ്യ തന്ന് ഇവിടെ റെസീറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക്, പിന്നെ പോസ്റ്റേജ് പൈസ തന്ന് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു തരാം, സാധനം ഇപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞു. ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ 20 രൂപ കൊടുത്തു, അതിൻ്റെ പോസ്റ്റേജ് പൈസയും കൊടുത്തിട്ട് ആകെ 5 റുപ്യുള്ള പുസ്തകത്തിന് ഏതായാലും കൊടുത്തു. പേര് എഴുതാൻ പറഞ്ഞു. പേര് എഴുതുമ്പോൾ അബ്ദുറഹ്മാൻ. എൻ്റെ ആ കണ്ടത് സാർ എന്താ പറഞ്ഞേ, അബ്ദുറഹ്മാൻ എന്താ, അല്ല സാറിന് അപ്പം ഞാനപ്പാൻ എന്തിനാ, എന്താ അബ്ദുറഹ്മാൻ ഞാനപ്പാനെ പറ്റില്ല. അപ്പം ഇവർക്ക് ആ കൺഫ്യൂഷൻ എന്താണ്. പൈസയും കൊടുത്തു, പേരെഴുതി നിർബന്ധമല്ലേ, പേര് എഴുതി അഡ്രസ്സ് എഴുതി ഒക്കെ ചെയ്ത് ക്ലിയർ ഓക്കെ അല്ലേ ചോദിച്ചാണ്. എന്തായാലും എന്തൊരു കാര്യം ചെയ്തോളൂ, ഇത് ആദ്യം നിങ്ങൾ അങ്ങോട്ട് പഠിച്ചോളൂ, എൻ്റെ കൈ കൊടുത്തു. എനിക്കിത് നിങ്ങൾ അയക്കണമെന്നില്ല, കാരണം ഈ സാധനം എനിക്ക് ബൈഹാർട്ടിൻ്റെ കൈ വെച്ചിട്ട് കാര്യമില്ല, ഒരാകെ വെട്ടിയ മാതിരി. ഇതാണ് ഈ ധർമ്മത്തിൻ്റെ ചുതി. ഇത് ഇപ്പം നോക്കൂ, ചെറുപ്പക്കാർ എത്ര ഉണ്ട് ഇല്ല. നിങ്ങളെ ഓരോരുത്തരും വന്നു, അവനവൻ്റെ മക്കളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. നമ്മളോട് ഇത് നശിച്ചു പോവാണ്. ഇത് ഭഗവാൻ അറിയാം. ഇനി ഈ ഹിന്ദുക്കളത് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ടാണ് മാപ്പിള ജനിച്ചത് എനിക്കിത് പഠിപ്പിച്ചത്. അല്ലാതെ എന്താ പറയുക, നോക്കൂ കലികാലത്തിന്റെ പ്രത്യേകത. മലപ്പുറത്ത് നിന്ന് ഒരു മാപ്പിള ആചാര്യ വന്ന് ഈ ഭാരത ദർശനം പറയേണ്ട അവസ്ഥയ്ക്ക് എത്തിയെങ്കിൽ എന്താണ് കാരണം? എന്താ ചിന്തിക്കൂ. ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ഇവിടുന്ന് പോയ ആളുകൾക്ക് വല്ല സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇറാൻ പോയി, വൈഡൂര് ദേശം എന്താ അവസ്ഥ? ഗാന്ധാര ദേശം അഫ്ഗാൻ പോയി, എന്താ അവസ്ഥ? ത്രിപുര സുന്ദര ദുർഗാദേശം പോയി, ബംഗ്ലാദേശ് എന്താ അവിടുത്തെ അവസ്ഥ? മോഹൻജ ഹാരപ്പ ദേശം പോയി, സിന്ധു നദിയുടെ നമ്മുടെ പൈതൃകം പോയി, എന്താ ഒരവസ്ഥ? അവരൊക്കെ തിരിച്ച് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി കാത്തുകൊണ്ടിരിക്കണം. ഇവിടെ ജനിച്ച നമ്മളോ
നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, അല്ലേ? നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഇത് നരകാണോ? എൻ്റെ അബ്ദുൽഖാന്റെ ഭാഷയിൽ സ്വർഗമല്ല, നരകമല്ല. അതിൻ്റെ അപ്പുറത്ത് ദേവഭൂമിയാണ്, അല്ലേ? ഈ ദേവഭൂമി ജനിച്ചിട്ട് നമ്മൾക്കിത് മനസ്സിലാണെങ്കിൽ അടുത്തൊരു ജന്മം പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ എത്യോപ്യയിലോ സുഡാനിലോ ജനിക്കും. അപ്പോഴേ ഇത് തിരിച്ചറിയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ, അല്ലേ? എല്ലാം കിട്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയിട്ട് ഒന്ന് ഭഗവാനെ കാണാൻ എത്ര ആഗ്രഹമുണ്ട്. പറ്റുമോ? ഈ ചെറയിലൊന്ന് മുങ്ങാൻ നിങ്ങൾ സമ്മതിക്കോ? പറ്റില്ല. അല്ല, ഇനി അത് ആ അർത്ഥത്തിൽ മുങ്ങിയ നാളെ ഇനി അവസാന ശുദ്ധീകരണ നടത്തും. അത് വേണ്ട. അപ്പൊ എന്താ എന്റെ അവസ്ഥ വെച്ചാൽ ആലോചിച്ച് നോക്കൂ. ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മൾ പഠിച്ചെടുത്തു. പക്ഷെ ഷുഗർ രോഗിക്ക് 2 കിലോ ലഡു കിട്ടിയാൽ മതി. അപ്പൊ എന്താ ഈ ഭാരത ദർശനം, അല്ലേ? ചിന്തിക്കും. പക്ഷെ ഇപ്പൊ ഒരു കാര്യത്തിൽ ഉറപ്പായി, നമ്മൾ ഈ ഭാരത ദർശനമാണ് പറയണമെങ്കിലും ഇത് എനിക്ക് കടിച്ചപ്പൊട്ടാത്ത വിഷയമാണ് തന്നത്. ഏതായാലും നമുക്ക് അവിടേക്ക് എത്താം ഓരോ കാര്യങ്ങളിലൂടെ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ധർമ്മത്തിൽ നമുക്ക് മുന്നോട്ട് എല്ലാ ഹിസങ്ങളെയും ഇവിടെ സ്വീകരിച്ചു. ഹിന്ദുക്കൾ എന്നിട്ടും വർഗീയവാദികളാണ്. 47 സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് ഭരണഘടനയിൽ ഈ 78 ഇന്ദിരാഗാന്ധി എഴുതി തീർക്കേണ്ടി വന്നോ നമ്മുടെ മതേതരത്വം? അല്ല, നമ്മൾ പൗരാണിക കാലം തൊട്ട് ഇവിടെ മതേതരന്മാരാണ്. ലോകത്തെ ഏറ്റവും ഉടായ്പ സംഗതിയാണ് ഈ മതേതരത്വം. അറിയോ? ഈ മതേതരത്വം എന്ന് പറഞ്ഞ സാധനം ഇത്ര ഉടായ്പായിട്ട് സംഗതി വേറല്ല. മതമുള്ള ഏതെങ്കിലും നാട്ടിൽ മതേതരത്വം ഉണ്ടോ? ഇല്ല. ഇത് സനാതന ധർമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ എന്തെങ്കിലും ഇവിടെ മതേതരത്വം വന്നത്? ഇവിടെ മതേതരത്വം വരാൻ കാരണം ആകാശാൽ പതിതം തോഴം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതീകച്ചതി. ആകാശത്തു നിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ വ്യത്യസ്ത വഴി കൂടെ ഒഴുകി ഏകമാകുന്ന സമുദ്രത്തിൽ എത്തിച്ചേരും. അപ്പൊ ഞാൻ അള്ളാന്ന് വിളിച്ചാലും അവിടെ എത്തും, ഭഗവാനെ വിളിച്ചാലും എത്തും, കൃഷ്ണ എന്ന് വിളിച്ചാലും എത്തും, ജീസസ് എന്ന് വിളിച്ചാലും യഹോവ ഏത് വഴി പോയാലും അവിടെ എത്തും. പക്ഷെ ആ ഭഗവാനെ എന്ന് വിളിക്കുന്നതിന് പകരം എൻ്റെ ഭഗവാനെ എന്ന് ഇവിടെ വെച്ച് പറയുമ്പോഴാണ് നമുക്ക് കഴിയുക. എൻ്റെ അള്ളാഹുവേ, അല്ലേ? ഇപ്പൊ നോക്കൂ, എവിടെ നോക്കിയാലും ദുഃഖമാണ്, എവിടെ നോക്കിയാലും ദുഃഖം. നിങ്ങൾക്കറിയോ, നമ്മളൊരു പ്രാക്ടിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. എന്നോട് ബന്ധപ്പെടുന്ന പല ആളുകളുടെയും പ്രശ്നങ്ങൾ അറിയാം. ഒരുപാട് സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഈ ദുഃഖത്തെക്കുറിച്ച് എല്ലാവരും പറയും. എല്ലാവരും എന്നെ ആരും സ്നേഹിക്കണില്ല, സ്നേഹം കിട്ടുന്നില്ല, ഞാൻ കൊടുക്കണ തിരിച്ചു കിട്ടുന്നില്ല. എന്താ കാരണക്കാരെ അറിയാം? വെറുതെ നമ്മളിലേക്ക് ചിന്തിച്ചാൽ മതി. നമ്മൾ വെറുതെ ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കും. നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ജോലിയെടുത്ത് മംഗലാപുരത്ത് പോയി വീടെടുത്ത് കൂടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മയെവിടെ അച്ഛനെവിടെ വൃദ്ധസദനത്തിലാക്കുകയാണ്. ഈ മക്കൾ കാണാണ് ഇതെന്നെ തിരിച്ചു വരുന്നത്, അല്ലേ? ആണോ? അല്ലേ? 7 ദിവസം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മക്കളോട് ചോദിക്കാം, ഇന്ന് എന്താ വേണ്ട? ഇന്ന് ശവം അരിഞ്ഞത്, നാളെ ശവമായത്. മനസ്സിലായേ? അല്ലേ? അതല്ലേ കൊടുക്കണേ? ആണോ? അല്ലേ? ഒരു ദിവസമെങ്കിലും സ്വന്തം അച്ഛനോടോ അമ്മയോടോ നമുക്ക് ഒരു ദിവസം 7 ദിവസം ഒരു ദിവസം അച്ഛൻ്റെ അമ്മൻ്റെയും മുത്തശ്ശൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ നമുക്ക് നോക്കണ്ടോ? കഴിയുണ്ടോ? ഇല്ല. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രാവർത്തിക തലത്തിൽ എങ്ങനെ എത്തിക്കാൻ നോക്കണം. എന്താ കാരണം? പിന്നെ ഈ അമ്മായിമായാലും നാത്തൂനായാലും മരുമോളായാലും പെങ്ങളായാലും ഒക്കെ പെണ്ണാണ്. എങ്ങനെ ചെത്തിയാലും ഇത് വിലങ്ങനെ വരുള്ളൂ. അത് പ്രകൃതി നിയമമാണ്, അല്ലേ? ഈ മരുമോളെ വന്ന എല്ലാ പീഡനങ്ങളും അനുഭവിച്ച് വന്ന ഈ അമ്മ വിചാരിക്കണ്ടേ, ഭഗവാനെ എൻ്റെ ഈ ദുരിതത്തോടെ ഇപ്പൊ ഈ റാഗിങ് ഒക്കെ നിർത്തുന്ന പോലെ ഇതോടെ നിൽക്കണം, ഞാൻ ഇനി കൊടുക്കണം, എൻ്റെ മരുമക്ക് ഇത് കൊടുക്കുകയോ ചിന്തിക്കേണ്ടത് ഇരട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം. ഇതിന് ഒരു പരിഹാരം നമ്മൾ പുരുഷന്മാരാണ് ചെയ്യേണ്ടത്. എന്താ പരിഹാരം പറയും? സിമ്പിളാണ്. എൻ്റെ ഒരവസ്ഥ പറഞ്ഞാൽ, എനിക്ക് ഞാൻ ജനിക്കുന്ന 11 മാസം എൻ്റെ പിതാവ് പോയി. അത് വേറെ കഥയാണ്. കാരണം എന്താ അറിയോ? എന്താ കാരണം? ഞാൻ എൻ്റെ വാപ്പനെ കണ്ടിട്ടില്ല. പിന്നെ ഉമ്മ, എനിക്കൊരു കുട്ടി 11 മാസമായി മലപ്പുറം ജില്ലയിലൊക്കെ അറിയാലോ, ഒരു ഓർഫനായിട്ടൊക്കെ ഒരു ജീവിക്കണ വലിയ പാടാ. നമ്മുടെ ഒരു 4ാം കാറ്റഗറി പൗരന്മാരായിരിക്കും. എത്തിയും കുട്ടിയെന്ന് പറയാം. എല്ലാവരും സഹതാപമായിരിക്കും. ഈ സഹതാപം വല്ലാത്തൊരു വിഷമമാണ്, അറിയോ? സഹതാപം നമുക്ക് താങ്ങാൻ പറ്റില്ല, വല്ലാത്തൊരവസ്ഥയെ. അപ്പം നല്ലോണം സഹതാപത്തിലൂടെ വന്നത്. എല്ലാവരും തരും അതും, പക്ഷെ നമുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിണ്ടായിരുന്നത്. അങ്ങനെ പലപ്പോഴും ഞങ്ങൾ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടും പെരുന്നാളിൽ നിന്ന് പോലും ഭക്ഷണം ഇല്ലാതെയൊക്കെ കഴിഞ്ഞ ഒരുപാട്. അപ്പം ഉമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യം. അപ്പം ഞാൻ പറയാം, എന്താ കരയിട്ട് കാര്യം? അങ്ങനെ ഞങ്ങൾ വളർന്നു വന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വീട്ടിലും ഈ പ്രശ്നം വരും. അങ്ങനെയാണല്ലോ എൻ്റെ കുട്ടീൻ്റെ സ്നേഹം പോകും. അപ്പം എൻ്റെ ഉമ്മ എന്നോടൊരു വാഗ്ദാനം തന്നിരുന്നു. ഞാൻ 23-ാം ദിവസം കല്യാണം കഴിച്ച് 24
ഉമ്മാക്ക് ഒരു യൂട്രസ് റിമൂവിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമ്മളതിന് മെഡിക്കൽ കോളേജിലൊക്കെ നിന്ന് ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ വീട്ടിലും ഒരു കുട്ടികളില്ല ഉമ്മാരെ കുടുംബങ്ങളൊക്കെ ശിഥിലാവും. കാരണം ഉമ്മാർക്ക് സ്വാർത്ഥത കൂടും. അപ്പം മിക്കവാറും നമ്മൾ ഞാനും നിങ്ങളിലെ ഈ ബന്ധമൊക്കെ ഉണ്ടല്ലോ അതായിരിക്കാൻ സംഭവിക്കുക. നിങ്ങൾക്ക് ഇത് പ്രശ്നം വരുമല്ലോ. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭാരതത്തിൽ ജീവിച്ചിരിക്കണ ഏറ്റവും പ്രായം കൂടിയ പാലിയേറ്റീവ് വളണ്ടറാണ് ഇന്ന് എൻ്റെ ഉമ്മ. കാരണം ഈ പാലിയേറ്റീവ് എന്ന് പറഞ്ഞത് സംഭവം ആദ്യം വന്ന് മലപ്പുറം ജില്ലയിൽ അറിയല്ലോ, മഞ്ചേരി അരീക്കോടാണ് ആദ്യം വന്നത്. ഡോക്ടർ അബ്ദുറഹ്മാനും സുരേഷ് ഡോക്ടറും മറ്റു ഡോക്ടറും കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർക്ക് വളണ്ടിയർമാരെ കിട്ടായിട്ട് അരീക്കോട് നിന്ന് 4-5 സ്ത്രീകളെ, പുരുഷന്മാർക്ക് പുറമെ 5 സ്ത്രീകളെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ട്രെയിനിങ് ചെയ്തു. അപ്പം അതിൽ 4 എണ്ണം ടീച്ചേഴ്സ് ചെയ്തു. പിന്നെ ഒന്ന് എൻ്റെ ഉമ്മയായിരുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തിക്കാണ്, എഡ്യൂക്കേഷൻ ഒന്നുമില്ല, തീരെയില്ല, സ്കൂളൊന്നും പോയിട്ടില്ല. അങ്ങനെ ഈശ്വരാദിനം കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ ടീച്ചർമാർ മരിച്ചുപോയി, ഈ ഡോക്ടറും മരിച്ചു. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയാണ് ഉമ്മയാണ്. അപ്പം ഉമ്മ അന്നേ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു പിന്നെ ഒരു ഡോക്ടറേറ്റ് കിട്ടുന്നതിനേക്കാണല്ലോ പ്രാക്ടിക്കൽ നോളജാണ്. അപ്പം അമ്മ എന്നോട് അന്ന് തന്നൊരു വാഗ്ദാനമുണ്ട്, മോനെ നീ കല്യാണം കഴിഞ്ഞാൽ നിന്റെ സ്നേഹം പകുതി അവൾക്ക് കൊടുക്കും, പക്ഷെ പകുതി എന്നെ സ്നേഹിക്കണം. പക്ഷെ എൻ്റെ ഉമ്മ തന്ന വാഗ്ദാനം പകുതി അവൾക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ എങ്ങോട്ട് പോകണം പറയും, അവളും കൊണ്ട് പോയിക്കോ. അന്നേ സ്കൂട്ടറിലാണ് ഞാൻ ഈ പ്ലംബിങ് വർക്ക് ചെയ്തത്, വർക്ക്ഷോപ്പിലൊക്കെ പോകണ്ട്. അവൾ എങ്ങോട്ട് പോകണമെങ്കിൽ സാധാരണ എന്താ അവരെ അവളെ പോകണ്ടാൻ പറയും. എമ്മ തിരിച്ചാൽ എപ്പോഴും പോകും. അവളോട് പറയും എന്തിനു പോകുമ്പോൾ കിട്ടുന്ന ചാൻസ് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോയിക്കോ പറയും, എപ്പോഴും പോകാൻ പറയും. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് 50% സ്നേഹം എനിക്ക് നഷ്ടപ്പെടാം. പക്ഷെ 50 കുറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പരാതി പറയും, ഇനി ഫുള്ളേ അവളെ സ്നേഹിക്കരുത്. പിന്നെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ വീണ്ടും എന്താവും, ഇന്ത്യയിൽ നിന്നില്ല 50-20 പിന്നെയും പോകും. പിന്നെ എനിക്ക് 4 ഭാഗമേ കിട്ടുള്ളൂ. രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ 20 പിന്നെയും പോകും. അതിൽ കുറയുമ്പോൾ മാത്രമേ ഞാൻ എന്നോട് പരാതി പറയുള്ളൂ. ഇന്നും അത് പറയണമാണ്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ അതേമാതിരി വേദിയിലൊക്കെ നമ്മൾ ഒരുപാട് ഒത്തിരി പിന്നെ നമ്മൾ പ്രായം കൂടി അമ്മമാർക്കും ഇവർക്കും മദ്രസകളിലും മറ്റൊക്കെ ക്ലാസ് എടുക്കുമ്പം അറിയില്ല, നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ അമ്മമാർ തന്നെ പറയും ആൺകുട്ടിയൊക്കെയാണല്ലേ, എന്നാൽ ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് അമ്മമാരെന്നെ ആഗ്രഹിക്കില്ല, ഒക്കെ ആൺകുട്ടികൾ മതി. അപ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ ചോദിക്കും, പിന്നെ എത്ര കുട്ടികളാണ്? എനിക്ക് 2 പെൺകുട്ടികളാണ്. പിന്നെ ഉമ്മ ഉണ്ട് വീട്ടിലാണ്, ഞങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ 2 പെൺകുട്ടികൾ, ആൺകുട്ടികളില്ല. അങ്ങനെ ഒരു ചോദ്യം വരെ അല്ല അറിയാം. അത് എൻ്റെ മുഖത്തൊക്കെ കണ്ട സത്യങ്ങളൊക്കെ ചോദിക്കണം, വെറുതെ കള്ളത്തരം പറയണ്ട, എല്ലാവരും പറയും. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി നമ്മളൊരു ഇഖ്ലാസ കോതി എന്താണ് ഒരു ഗായത്രി മന്ത്രം, ഭഗവാൻ എന്താ ചെയ്യുക? അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ പിന്നീട് എവിടെ ചോദിച്ചാലും പറയും എനിക്ക് 2 പൊൻകട്ടികളാണ് പറയും. എനിക്ക് 2 പൊൻകട്ടികളാണ്. പിന്നെ രണ്ടാമത് പ്രശ്നമില്ല, തീർന്ന്. പിന്നെ വീട്ടിൽ പിന്നെ സാധാരണ ഉണ്ട്, ഞാൻ അങ്ങനെ നമ്മളങ്ങനെ. പിന്നെ ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഉമ്മ നിങ്ങളുടെ കൂടെയാണോ? ഉമ്മക്ക് എത്ര ഒരൊറ്റ കുട്ടികൾ? ഉമ്മ അല്ല, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ അല്ല. അപ്പോൾ ആളുകൾക്ക് ആകെ അവസരം ഇല്ലേ, ഉമ്മ നിങ്ങളുടെ കൂടെ. പിന്നെ എവിടെ? ഇല്ല, ഉമ്മ എൻ്റെ കൂടെ അല്ല. അപ്പോൾ ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. അതെ, പിന്നെ എന്താ ഉമ്മ? ഞങ്ങളെല്ലാവരും ഉമ്മാൻ്റെ കൂടെയാണ്. ഈ ഒരു ഭാവം നമുക്ക് വന്നാൽ നമ്മളെ പെണ്ണുങ്ങളുടെ അഹങ്കാരം ഓട്ടോമാറ്റിക് കുറയും. വേറെ ഒരു മാർഗമില്ല. ഞങ്ങളെല്ലാവരും കുട്ടികളും ഞാനും എൻ്റെ പത്നി എല്ലാവരും ഞങ്ങൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെയാണ് പറയാം. അവർ മരിക്കണവർ അങ്ങനെ പറഞ്ഞു നോക്കും. ഇല്ലെങ്കിൽ അമ്മ അച്ഛനും ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പത്നിമാരുടെ അഹങ്കാരം ഓട്ടോമാറ്റിക് കൂടും. ഇത് മാറാനുള്ള ഒരേ ഒരു മാർഗം ആണുങ്ങളോടൊക്കെ പറയണം, ഈ ജീവിതത്തിൽ ഈ സംസാരം നമ്മൾ മാറ്റണം. ഇത് ഭാരത ദർശനമാണ്. ഭാരതം അതുകൊണ്ടാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇപ്പം നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കണം. അയ്യോ, നമ്മൾ 16 വർഷമായിട്ട് ഇവിടുത്തെ ആഘോഷിച്ചു. ഇപ്പോൾ ഒരു ദിവസമാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി. രണ്ടാമത് അവർ പറഞ്ഞു വിദേശ ഡേ, ഇപ്പം മൂന്നാമത് അവർ കൊണ്ടുവന്നു ടീച്ചേഴ്സ് ഡേ. കേട്ടില്ലേ? ഇനി അവർ പറയാത്തൊന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അവർ പറയും വിസിറ്റേഴ്സ് ഡേ. അപ്പം നമ്മൾ പറയും ഓ വിസിറ്റേഴ്സ് ആഘോഷിക്കണം അല്ലേ? ചിന്തിക്കൂ, നമ്മളെ ദർശനം എന്താണ്? ഒരു ജന്മദിനത്തിന് വിളക്ക് കത്തിക്കാണ് വേണ്ടത്. നമ്മൾ ഉള്ളൊക്കെ എടുക്കുക. എന്തൊരു പൊട്ടത്തരാണ് ചെയ്യുന്നത്? അന്ന് വിളക്ക് കത്തിക്കൂ, ഒരു ഓങ്കാരം സുപ്രഭാതം ഗായത്രിയൊക്കെ ചൊല്ലി കത്തിക്കൂ. ശുഭജന്മദിനം തുഭ്യം ശുഭജന്മദിനേ തവ് ഹേ സകലം മധുരം ചഷ. കേട്ടില്ലേ? അങ്ങനെ അത് പാടൂ. അതിന് പറയാം ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് പൊടി ഉള്ളതും കൂടി കെടുത്ത. എങ്ങനെയാണ് വിളക്ക് കത്തിക്കല്ലേ വേണ്ടത്? നമ്മൾ എങ്ങനെ എടുത്ത് നമ്മുടെ ധർമ്മം തിരിച്ചുപോയി? ലോകത്തിന് നമുക്ക് കൊടുക്കാനുള്ള ദർശനം ഇതല്ലേ? എല്ലാവരും സ്വീകരിച്ചു ഭാരതം. ഹിന്ദുക്കൾ വർഗീയവാദികളാണ്, ഫാസിസ്റ്റുകളാണോ ഒക്കെയാണ്. പക്ഷേ ഈ ഇസ്ലാം വന്നപ്പോൾ അറേബ്യയിൽ നിന്ന് ഓടിച്ച് എല്ലാവരും ഇവിടെ സ്വീകരിച്ചു. ബഹായികളെ സ്വീകരിച്ചു. ലോകത്ത് ജൂതന്മാരെ ആക്രമിക്കാത്ത ഒരേ ഒരു മണ്ണിതാണ്. ജോസഫിന്റെ പരമ്പരയായിട്ടുള്ള ജീസസ് ജ്ഞാനേക്കാർ നമ്മളെ ഭാരതത്തിലല്ല. ഇസ്ലാം പ്രണയമാണ്, സംഗീതമാണെന്ന് പഠിപ്പിച്ച സൂഫികളുള്ളത് ഇവിടെയാണ്.
ഈ പാണക്കാട്ടെ തങ്ങന്മാർ സെയ്തന്മാർ തന്നെ, സെയ്ത് എന്ന പരമ്പര ഇവിടെ ഉള്ളത്, ദ്രീസുകൾ ഇവിടെ ഉള്ളത്, ലോകത്തിൽ ആട്ടി ഇറക്കപ്പെട്ട എല്ലാവരും ഇവിടെ ഉള്ളത്. എന്നിട്ടും ഹിന്ദു എങ്ങനെ വർഗീയവാദിയായി? ചിന്തിക്കണം. അല്ലാഹുമ്മ ഉൻസുറുൽ അഖ്വാലൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും നീ രക്ഷ കൊടുക്കുന്ന പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഉൻസുറുൽ അഖ്വാലൽ ഇൻസാന ഫീ കുല്ലി മക്കാൻ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും രക്ഷ കൊടുക്കുന്ന പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങളത് കൊടുക്കാനാ പറഞ്ഞത്, ഈസായികളത്. ലോകത്തിന്റെ പാപം പൊറുക്കാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. അപ്പൊ ബാക്കിയുള്ള കാര്യം സ്വാർത്ഥതയാണ് ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി. ഞങ്ങൾക്ക്, എനിക്ക് ഈ ദുനിയാവിൽ അവിടെ കൊണ്ടുവന്നാ. പക്ഷെ ഭാരതം എങ്ങനെ പ്രാർത്ഥിച്ച്? സർവേ ഭവന്തു സുഖിന. ഈ ഭൂമിയിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ. സർവേ സന്തു നിരാമയ. ഈ ഭൂമിയിൽ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭഗ് ഭവേത്. ഈ ഭൂമിയിൽ അല്ലയോ ഭഗവാൻ ദുഃഖം അനുഭവിക്കുന്ന ആരും ഇല്ലായിരിക്കട്ടെ. നാലാമത്താണ് പ്രധാനം, ആനോ ഭദ്രഹ കൃതോ വിദുഷത. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഭദ്രമായ നല്ല ചിന്തകൾ എന്നിലേക്ക് വരട്ടെ. അതാണ് ഭാരതത്തിലേക്ക് എല്ലാ ചിന്തകളും വന്നത്. ബൈബിൾ വന്നു, ജീസസ് ക്രൈസ്റ്റ് വന്നു, ഇവിടേക്ക് വന്നു. 100% ബൈബിൾ സ്പിരിച്വലാണ്, ആധ്യാത്മികതയാണ്. അതിൽ റാഡിക്കലൈസം വന്നോണ്ടാണ് പ്രശ്നം പറ്റിയത്. രണ്ടാമത് അറേബ്യയിൽ മുഹമ്മദ് വന്നു, ഇസ്ലാം വന്നു. ഭാരതത്തിലേക്ക് 2 കൈ നീട്ടി സ്വീകരിച്ചു. കാരണം അത് 101% സ്പിരിച്വാലിറ്റിയാണ്. ഇവർക്ക് തിരിച്ചറിഞ്ഞില്ല. നോക്കൂ, ഈശ്വരൻ പോലും പ്രകാശമാണെന്ന് പറഞ്ഞില്ലേ? സ്വർഗത്തിനപ്പുറം പ്രകാശം, എന്റെ പ്രകാശം നീ പ്രാപിക്കുന്ന. ഇതെല്ലാം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞ് ബ്രഹ്മാണ്ടത്തിലെ പ്രകാശമാകുന്നു. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഈ 14 ലോകം കാണിച്ചു കൊടുക്കുന്നുണ്ട്. 9ാമത്തെ അധ്യായത്തിൽ രാജവിദ്യ രാജഗുഹി യോഗം എന്ന് പറഞ്ഞ ഭഗവത്ഗീത കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ക്ഷമിക്കട്ടോ. അങ്ങനെ കിതാബുണ്ട് ഭാരതത്തിൽ, ഹിന്ദുക്കളുടെ വിഭാഗങ്ങൾ അറിയാനാണ്. അതിൽ 9ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹി യോഗം. അതിൽ പോയാൽ കാണാം. ഈ 14 ലോകം കണ്ടുന്നോ? അത് വായ തുറന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ഈ വായ തുറക്കല്ല, ബ്രഹ്മത്തിലെ വായ തുറക്കണത്. നമ്മള് ഇങ്ങനെയല്ല തുറന്നത്. ഇതിൽ ഈ 14 ലോകം കാണിക്കാണ്. ഭൂമിയുടെ 7 ഭാഗങ്ങളും സ്വർഗത്തിന്റെ 7 ഭാഗങ്ങളും കാണിക്കാണ്. എന്നിട്ട് ഭഗവാൻ അർജുനോട് പറയാം, അല്ലയോ പാർത്ത, ഇതിൽ ഒന്നും നീ ആഗ്രഹിക്കേണ്ട. അപ്പൊ അർജുൻ ആ കൺഫ്യൂഷനായി. എന്താ കൺഫ്യൂഷനായി? ഹേയ്, സ്വർഗത്തിന്റെ 7 ഭാഗങ്ങൾ ഒന്നല്ലേ? ഇവിടെ മുസ്ലിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഒരു ഭാഗമുള്ളൂ. അവിടെ തന്നെ 72 ഉരുളികളും മധ്യപ്പുഴി മദാലസൊക്കെയാണ്. ക്രിസ്ത്യാനിയൊക്കെ ഒന്നുള്ളൂ. പക്ഷെ ഇവിടെ സനാതന ധർമ്മത്തിൽ 7 ഭാഗങ്ങളുണ്ട്. നരകത്തിന്റെ 7 ഭാഗം കാണിക്കുക. അതിനൊന്നും ആഗ്രഹിക്കേണ്ട. പിന്നെ എന്ത് ചോദിച്ചാൽ എന്താ ആഗ്രഹിക്കണ്ടേ? നീ എന്റെ പ്രകാശത്തെ പ്രാപിക്കാൻ നോക്കുന്നത്. എന്താണ് പ്രകാശം? ബ്രഹ്മാണ്ടങ്ങൾ വഴി സഞ്ചരിക്കുന്നത് എന്റെ പ്രകാശമാകുന്നു. എന്താണ് ബ്രഹ്മാണ്ടം? സഹസ്ര സൗരയൂഥം ഏക ബ്രഹ്മാണ്ടം, 1000 ഗാലക്സി കൂടിയതാണ് ഒരു ബ്രഹ്മാണ്ടം. ഇത് എന്ന് കണ്ടെത്തിയതാണ്? എന്നിട്ട് പറയാണ് ഭാരതീയര് എഴുത്തുമാരും പഠിപ്പിച്ച ഞങ്ങളാണ് ക്രൈസ്തവര്, അല്ലേ? 1000 സൗരയൂഥം കൂടുമ്പോഴാണ് ഒരു ബ്രഹ്മാണ്ടം. ഇങ്ങനെ സഹസ്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ എത്തുന്നത് എന്റെ പ്രകാശമാകുന്നു കൃഷ്ണൻ പറയുന്നത്. ഈ പ്രകാശത്തേക്ക് നമ്മൾ പോകണ്ടേ, അല്ലാതെ മോക്ഷത്തേക്കല്ല. നിങ്ങൾ ആലോചിച്ചു, എല്ലാവരും ഭഗവാനെ മോക്ഷമാണ് ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ. കാരണം മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിക്ക് വരാൻ പറ്റുമോ? നമുക്കൊരു കണ്ണിമാങ്ങ അച്ചാറ് തിന്നണം, അല്ലെങ്കിൽ ഒരു ഉണക്കമ്മീൻ ചുട്ട് തിന്നണം, പോരെ മാന്തള് മാങ്ങയും ചക്കക്കുരുക്കെ ചുട്ട് തിന്ന് ഒരു ചമ്മന്തി പൊടിക്കണം. എത്ര ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. മോക്ഷം കിട്ടിയാൽ പറ്റുമോ? അല്ല, വെറുതെ ചിന്തിക്ക്. ഒരു കഞ്ഞിവെള്ളം പപ്പടം ഇട്ട് താളിക്കണം, എന്തൊരു ടേസ്റ്റ് അല്ലേ? രാവിലെ പഴങ്കഞ്ഞി, ഇത്തിരി പഴങ്കഞ്ഞി നിങ്ങൾ തൈരിട്ടാണ്ട് നമ്മൾ സേവിച്ച് കുത്തിരിപ്പിട്ടിട്ട് ഒരു കാന്താരി മുളകാണ് നമ്മൾ ആ പേര് മാറ്റി കാന്താരിയാക്കി. ഗാന്ധാരി മുളക് എന്നാ. അതിട്ടിട്ടൊന്ന് വെറുതെ കുത്തി ഒന്ന് കഴിച്ചു നോക്കൂ. ഇതിന്റെ ടേസ്റ്റ് എത്ര? ഇത് മോക്ഷം കിട്ടിയാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞ മോക്ഷം കിട്ടുന്നത്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭാരതത്തിൽ ഒരു മനുഷ്യനെ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. എനിക്കൊരു പുൽച്ചെടി കിട്ടിയാൽ പോലും മതി. ഇത് പൂന്താനും പറഞ്ഞാണ്. അതാണ് ഭാരതത്തില് കാലമിന്നോ കലിയുഗമായതും ഭരതഖണ്ഡത്തിന്റെ വലിപ്പവും അതിൽ വന്നു പിറന്നൊരു പുല്ലായിട്ടെങ്കിലും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായികയും കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു. യോഗ്യത വരുത്താൻ തക്ക ഒരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം.
കൃഷ്ണ. വരികള് കണ്ണീരൊഴുക്കാതെ ജ്ഞാനപ്പാലിൽ ഒരു വരി പോലും ചെല്ലാൻ പറ്റില്ല, അർത്ഥം അറിഞ്ഞേക്കാം. നിങ്ങൾ ആലോചിച്ച്, ഈ ജ്ഞാനപ്പാലിൽ 2 വരി അർത്ഥം വെക്കാൻ ഒരു ദിവസം മതിയാവില്ല, അത്രക്ക് അർത്ഥസ്ഫുടതയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മഹാത്മ്യം. 2 വരി അർത്ഥം വെക്കാൻ 2 ദിവസം മതിയാവില്ല. എത്ര വ്യാഖ്യാനിച്ചാലും തീരില്ല. നമ്മൾ ചിലപ്പോൾ അത് ആ ഒരു ആനന്ദമാണ്, കണ്ണിങ്ങനെ നിറഞ്ഞു പോകും. സങ്കടം കൊണ്ടല്ല, ആനന്ദം കൊണ്ട്. എത്ര ലളിതമായിട്ട് ഈ ഒരു മനുഷ്യൻ, ഈ ഭൂമി, ഈ 7 ജന്മങ്ങളും 7 കടലും 7 സ്വർഗത്തിന്റെ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൃത്യം നോക്കി പറഞ്ഞുതരാണ്, നമ്മുടെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞുതരാണ്. ഈ ബ്രഹ്മലോകത്ത് നമ്മളൊക്കെ ആത്മാക്കൾ അവിടെ എത്തും അല്ലേ. ഇപ്പൊ നമുക്ക് മുമ്പൊക്കെ ആത്മാവെന്ന് നമുക്ക് അറിയുന്നത്, ഇപ്പൊ നമുക്ക് വേഗം മനസ്സിലാക്കാം. സിം അല്ലേ, മൊബൈൽ സിം ടെൻസെറ്റ്, ആ ശബക്ക നെറ്റ്വർക്ക്, അത് തന്നെയാണ്. അത്ര കൂട്ടിയാൽ മതി. ഈ സാധനം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ പോവാ, ഇവിടെ നമ്മളെ കർമ്മങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്വത്ത് മുതലൊക്കെ ഇട്ട് കൊണ്ടേ. പല ആൾക്കാരും പറയും, ഞാൻ ചത്തു പോകുമ്പോൾ 3 കഷ്ണം തുണി കൊണ്ടുപോകും. അത് തെറ്റാ. കാരണം ഈ തുണി നമ്മൾ മരിച്ചാൽ, നമ്മളാണ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മുടെ മക്കളെ അവകാശം അല്ലേ. നമ്മുടെ സ്വത്തിന്, സമ്പത്തിന്, ബാങ്ക് ബാലൻസ്, എല്ലാത്തിനും ഒക്കെ അവകാശം ആരാ? അവരാണ്. ഇപ്പൊ നമ്മൾ എടുത്ത് വെച്ച ഡ്രസ്സ് നമ്മളെ പൊതിയാൻ വേണ്ടിയിട്ട് ഈ അല്ലെങ്കിൽ നമ്മൾ അയവർമഠത്തേക്ക് ഒരു 5000 രൂപ അഡ്വാൻസ് കൊടുത്താൽ ആ പൈസന്റെ അവകാശം ആരാ? അവരാ. പിന്നെ അത് അവർ നമുക്ക് തിരിച്ചു തരുന്നതാണ്. ഒന്നും കൊണ്ടോടില്ല. പല ആളുകളും പറയാറുണ്ട് അങ്ങനെ, കുഴിമാടത്തിന് പൈസ കെട്ടിയേക്കും. പൊട്ടത്തരാണ്. കാരണം എന്താ, ഈ കെട്ടിച്ച പൈസ പിന്നെ അവരല്ലേ, നമ്മളെ ബാക്കിയുള്ള കൊടുത്തിട്ട് പിന്നെ അവർ നമുക്ക് തരുന്നതാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങളെ നമ്മളെ കൂടെ കൊണ്ടുപോകും. കർമ്മപാശത്തെ ലംഘിക്കാനാണ് ബ്രഹ്മ പറഞ്ഞത്. അപ്പം ഈ ബ്രഹ്മ ലോകത്ത് ഈ കോടിക്കണക്കിന് ആത്മാക്കൾ നിൽക്കുമ്പോൾ അവിടുന്ന് ഈ ആത്മാക്കൾ ഭാരതത്തേക്ക് നോക്കുകയാണ്. അത്രേ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ജന്മം കിട്ടിയ ആളുകളെ കണ്ടിട്ട് ഈ ആത്മാക്കൾക്ക് സഹിക്കണില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അതാണ് പറ്റിയത്. ഇവിടെ ഇതിൽ ജനിച്ചിട്ട് മനസ്സിലാവാതെ നിൽക്കുക, ഇതിൽ ജനിക്കാതെ ഞാൻ പഠിച്ചോനെ അനുഭവിക്കാൻ അങ്ങോട്ട് യോഗ്യത കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ പോയി മുങ്ങാൻ പോലും. ഇപ്പോ ഈ ഒരു പക്ഷെ എൻ്റെ അത്ര കൃഷ്ണനെ ഭജിക്കുന്ന ഒരാൾക്കാരുണ്ടാവില്ല. എനിക്ക് പേടിയാണ്. ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഭഗവാന്റെ കൂടെ പോലെ തോന്നിപ്പോയിട്ടുണ്ട്. അത്രക്കാണ് ഞങ്ങൾ തമ്മിലെ പ്രണയം. എൻ്റെ അനുഭവം വെറുതെ പറയല്ല. എനിക്ക് 1-2 വർഷം പോകണം വല്ലാത്ത ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ സ്വപ്നത്തിൽ വരെ കണ്ട. എന്നോട് പറഞ്ഞു ഒരിക്കലും വലുത് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ യുക്തിക്ക് യോജിക്കാത്തതുകൊണ്ട് ഞാൻ പറയില്ല. അത്ര പ്രണയമാണ്. അങ്ങനെ മധുരയിൽ എനിക്ക് പോകാനൊരു അവസരം കിട്ടി. അതും ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ്. അപ്പോൾ മധുരയിൽ ഓരോ ഗല്ലിയിലും നമ്മൾ കൃഷ്ണനെ കാണാണ്. എനിക്കറിയില്ല, അത് വല്ലാത്തൊരു. അപ്പം അതുവരെ നമ്മൾ വിചാരിച്ചപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ പോയത്. അപ്പം എൻ്റെ വിചാരം ഇത്രയും കാലം ഗംഗയുടെ തീരത്താണ് പിന്നെ ഈ മധുര നിൽക്കുന്നതാണ്. ഇതുവരെ നമ്മളിതിനെ കുറിച്ചൊക്കെ ഭാരതം മൊത്തം നടന്ന് കറങ്ങിയ ആളാണ്. മൊത്തം ദർശനം അന്തമാനിലും ലക്ഷദ്വീപിലും മാലദ്വീപിലും ശ്രീലങ്കയിലും ഒക്കെ പോയതാണ്. എല്ലാം കറങ്ങിയ എൻ്റെ അതുവരെ. പക്ഷേ ഇവിടേക്ക് ഈ അയോധ്യാധാമക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ കാശി അതായത് വാരണാസിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഈ മധുരയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല, പ്രയാഗരാജക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ അതൊക്കെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ വിചാരം ഈ കാലം വരെ മധുര നിൽക്കുന്നത് ഗംഗയുടെ തീരത്താണ്. അപ്പം നമ്മൾ ഈ ഭജന കേൾക്കുമ്പോൾ ധീരസമീരെ യമുന തീരെ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെയാ ധീരസമീരെ യമുന തീരെ? യമുന തീരത്തല്ലല്ലോ മധുര ഗംഗയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. പക്ഷെ ഇപ്പൊ അവിടെ ചെന്നത് കണ്ടപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഈ സാധനം നിൽക്കുന്നത് ഇവിടെ മനസ്സിലാണ്. പക്ഷെ ഓരോ ഗല്ലികളിലും എനിക്ക് തോന്നാം, നിങ്ങൾക്കത് പറയുമ്പം അതിശോക്തിയായി തോന്നില്ലേ? ആണോ? എനിക്ക് തോന്നാം എത്രയോ ജന്മങ്ങൾ ഭഗവാൻ ഞാൻ നടന്ന വഴി, ഒരു വഴി പോലും എനിക്ക് തെറ്റണില്ല. അവിടെയുള്ള വാനരന്മാരെ കാണുമ്പോഴും കൂടി ഇതൊക്കെ അന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഒരു അപരിചിത സ്ഥലമായിട്ട് എനിക്ക് തോന്നണേ ഇല്ല. ആ ഓരോ വഴികളും ആ വൃന്ദാവനം ഇതൊക്കെ കണ്ട് നമ്മൾ വരുമ്പം പിന്നെ എനിക്ക് തോന്നാണ് ഒരു കണക്കിന് ഇവിടുന്ന് ഇപ്പം ഭഗവാൻ എങ്ങനെ വിളിക്കല ആരും അറിയില്ലല്ലോ അല്ലേ. ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ പോലെയുള്ള പ്രശ്നം ഉണ്ടാവാം. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇനി ആ ആനന്ദം അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ കോടിക്കണക്കിന് ആത്മാക്കൾ ഭഗവാനോട് ചോദിക്കണം, എന്ത് ഒന്നും കൂടി ഭാരതത്തിൽ മനുഷ്യനായിട്ട് തരുമോ? ഇത് അനുഭവം. കാരണം നഷ്ടപ്പെടുമ്പോഴല്ലേ, അച്ഛനമ്മ ഉണ്ടാകുമ്പോൾ ആർക്കും അച്ഛനമ്മനും വേണ്ടിയില്ല, അച്ഛനമ്മനും ഉണ്ടായിരുന്ന കാലത്ത് വേണ്ടിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയന്തരം കഴിക്കാൻ ഏറ്റവും കൂടുതൽ അച്ഛനമ്മനും ജീവിക്കാത്ത കാലത്താണ് നോക്കാത്ത മക്കളാണ് അടിയന്തരം കഴിക്കാൻ ഏറ്റവും കൂടുതൽ. അല്ലെ മുസ്ലിങ്ങളായാലും ക്രൈസ്തവരിലൊക്കെ കാണാം. കാരണം ഈ 22 കൊല്ലത്തിൻ്റെ പാലിയേറ്റീവ് അനുഭവം കൊണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ അച്ഛനമ്മനും നോക്കാത്ത മക്കളേക്കാണ് അടിയന്തരം കഴിക്കാൻ ഏറ്റവും കൂടുതൽ. കാരണം സെൽഫ് ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട്, ഞാൻ ചെയ്തില്ലല്ലോ എന്നില്ല അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേമാതിരി ഈ മരിച്ചാൽ ചെല്ലുമ്പോഴാണ് ഭഗവാൻ തോന്നുന്നു ഇപ്പോഴാണ് ഭാരതമായി മനസ്സിലാണ് എന്നാ ഒന്നും കൂടി ഞങ്ങൾ ഭാരതത്തിൽ തരുന്നത്. അപ്പോൾ ഭഗവാൻ ആരാണ്? റഹ്മാനാണ്, റഹീമാണ്, ഖാലിഖാണ്, ജബ്ബാറാണ് അല്ലേ, ആനന്ദസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ്, ഒക്കെയാണ്, കാരുണ്യസ്വരൂപനാണ്. അപ്പം ഭഗവാൻ പറയാണ് ഓ തരാം
ഒരു നിവൃത്തി തരാം ആർക്കും വേണ്ട എല്ലാ ആത്മാക്കളും പറയാം, ഒന്നും കൂടി ഭാരതത്തിൽ മനുഷ്യനായിട്ട് ജന്മം തരണം. അപ്പം ഭഗവാൻ പറഞ്ഞു തരാം, ഒരു കുഴപ്പമില്ല, ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. എന്ത്? നിങ്ങൾ അതിനില്ലേ, നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ സിം ഉണ്ടല്ലോ, ഈ സിം ഒന്ന് കമ്പ്യൂട്ടറിൽ ഇട്ട് വെക്കണം. ഇവിടെ ദേവന്മാരോട് പറയാം, എപ്പോൾ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഭഗവാനോട് പറയണം, ദേവന്മാരോട് ഒന്ന് ഇട്ട് വെക്കും, എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ ദേവന്മാർ ഈ സിമ്മൊക്കെ കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടർ ഇടുമ്പോൾ കാണുന്ന 000 ഒന്നുമില്ല. എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ തരാമെന്ന് ഭഗവാൻ പറയണം. അപ്പം ഇവർ നോക്കുമ്പോൾ ഒരു യോഗ്യതയില്ല, ഇത് ചെയ്തു നോക്കണ്ടല്ല, മനുഷ്യനെ കിട്ടാൻ മാർഗമല്ല. വീണ്ടും നോക്കുകയാണ്, അവർക്കിങ്ങനെ ഈശ്വരൻ പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ ഉടനെ അടുത്ത അമ്മയുടെ ഗർഭത്തിൽ നിങ്ങളെ എത്തിക്കാം. ഇല്ല, വീണ്ടും പറയാണ്, വീണ്ടും നോക്കുകയാണ്. നോക്കുമ്പോൾ കാണാൻ എന്താ, നമ്മളിങ്ങനെ എപ്പം നിൽക്കണം, നമ്മുടെ ഈ മഹിമ കണ്ടിട്ട് എന്നാൽ ഭഗവാനോട് പറയണം, എന്നാൽ മനുഷ്യനായിട്ട് വേണ്ട. എന്ത് മനുഷ്യനായിട്ട് വേണ്ട, എന്ത് തന്നാൽ മതി? ഒരു പുല്ലായിട്ട് തന്നാൽ മതി. അപ്പം ഭഗവാൻ പറയണം, ഓ അത്രേ സിമ്പിളല്ലേ, എന്തായാലും തരാം. എന്നാലും എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മണരേഖ ഉണ്ടല്ലോ, ഭഗവാനുണ്ട് പരിധിയില്ലല്ലോ. അവൻ പറയണം, ആ ചാർട്ട് അതായത് എന്തെങ്കിലും ഒന്നും വേണ്ട, നിങ്ങളെ അതും വേണ്ട, മനുഷ്യനാണെന്ന് വേണ്ട, അതിലും 1000 മടങ്ങ് ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ തരാം. ദേവന്മാരോട് ഒന്ന് വെച്ച് വെക്കുന്നു. ഇവർ വീണ്ടും സിം വെച്ചേക്കുമ്പോൾ അതൊരു യോഗ്യത. അപ്പം ഭഗവാൻ ചോദിക്കുക, ഇതെന്തിനാ പുല്ലായി കിട്ടുന്നത്? അപ്പം പറഞ്ഞെന്താ പറയോ, ആത്മാക്കൾ പറയണം, ഭഗവാനെ ഞങ്ങളൊരു പുല്ലായിട്ട് ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ജന്മം കിട്ടിയ മനുഷ്യന്മാർ നടക്കുമ്പോൾ അറിയാതെങ്ങാനും ഞങ്ങളെ ചവിട്ടിപ്പോയാൽ ഞങ്ങൾക്ക് മോക്ഷം കിട്ടിയ ചിന്തിക്കുക. മനസ്സിലാണ്ടോ? നമ്മൾ ചവിട്ടുന്ന ഓരോ പുല്ലിന് പോലും ആത്മസാക്ഷാത്കാരം കിട്ടുന്നതാണ്. നമ്മൾ പറഞ്ഞില്ല, പൂന്താനം കവി ഈ ആത്മാക്കൾ അപ്പം പറയണ എന്ത്, ഒരു പുല്ലായിട്ട് തന്നാൽ അറിയാതെ ജന്മം കിട്ടിയിട്ട് നടക്കുമ്പോൾ നമ്മൾ അറിയാതെ ചവിട്ടിൽ പെട്ട് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം കിട്ടും. അപ്പം ഭഗവാൻ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഭഗവാൻ തന്നെ കരഞ്ഞു പോകണത്രേ. ഭഗവാൻ പറയണം, എന്താ ഭഗവാനാ പറയണേ, യോഗ്യത വരുത്താൻ തക്ക ഒരു ഭാഗ്യം പോരാതെ പോയല്ലോ. അപ്പൊ തിരിച്ചു പറയണം, എന്നാ പിന്നെ ഈ ആത്മാക്കൾ പറയാം, ഭാരത കണ്ടത്തിങ്കിൽ പിറന്നൊരു മനുഷ്യർക്കും കലി ഭഗവാനും നമസ്കാരം കൃഷ്ണാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് എത്തണ്ടെങ്കിൽ എന്തെങ്കിലും സത്കർമ്മങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ നോക്കുക. വീട്ടിലൊരു പൂച്ചയൊക്കെ വരുമ്പോഴേ ആ മീനൊക്കെ മുറിച്ചിടുമ്പോൾ അല്ലെങ്കിൽ പണ്ടാര ഒരു സുഖം ഇത്തിരി ഒരു നമശിവായ ചൊല്ലിട്ട് അതിന് വെച്ചു കൊടുക്കാൻ നോക്കുക. ഒരിത്തിരി വെള്ളം, നമ്മൾ കോലം വരക്കുന്നുണ്ട്. ഇപ്പം ഈ കോലം വരക്കുന്നതിനെ പറ്റിയൊക്കെ എത്ര അരികളാണ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞതെന്ന് പറയാം. അത് എത്രങ്ങാനും ജീവികൾക്കുള്ള ഭക്ഷണമാണ്. ഈ വീട്ടിൽ കോലം വരക്കുമ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കണില്ല. ഈ വ്യക്തി അബ്ദുൽ എന്ന വ്യക്തി തന്നെ ഈ കോലം വരക്കണതിന് ഏറ്റവും കൂടുതൽ ഇത്, കാരണം അന്നം ബ്രഹ്മം നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലാഹു ഖൈറു റാസിഖെന്നാ ഖുർആൻ പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്കുള്ള അന്നമാണെന്നാ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഈ അന്നത്തെ പൊടിച്ച് മുറ്റത്ത് ഇങ്ങനെ കോലം വരക്കുക എന്തൊരു തെറ്റാണ്. പ്രായോഗിക ചിന്തിച്ചപ്പം പിന്നെ അതിന്റെ സ്പിരിച്വൽ ഭാഗത്തേക്ക് നോക്കിയപ്പം സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ നോക്കൂ, മനസ്സേകം വചസ്സേകം കർമ്മസേകം മഹാത്മന. നമ്മൾ ഈ അരി മുറ്റത്ത് കോലം വരക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഈശ്വര സങ്കല്പമാണ്, ഒരു ഈശ്വര രൂപ വരക്കണത് അല്ലേ. നമ്മളെ മന്ത്രം കർമ്മം വാക്കും പ്രവൃത്തി ഒന്നാണ്. ഈ അരിപ്പടികൾ സന്ധ്യ ആകുമ്പോഴേക്കും അവിടെ ഉണ്ടാവില്ല. പല്ലിയും ഉറുമ്പും കാക്കിയും അതിൻ്റെ ആൾക്കാർ കൊണ്ടുപോവാണ്. ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു തത്വമാണ്. ഇന്ന് മുതൽ നമ്മളിത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകളെ വീട്ടിലേക്ക് ഉറുമ്പും പല്ലിയൊന്നും അകത്ത് വരില്ല. ഇവർക്ക് പുറത്ത് തന്നെ കിട്ടും. ഇത് കിട്ടാത്തതുകൊണ്ടാണ് അവരകത്ത് വരുന്നത്. മനസ്സിലാട്ടോ അമ്മമ്മ? നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അപ്പൊ ഇത് വെറുതെ പൊടിച്ച് വെക്കണ്ട. അതിന് പകരം നമ്മൾ ഭഗവാന്റെ ഏതൊരു രൂപം കോലം വരച്ച് നമ്മൾ വെക്കുമ്പോൾ അല്ലെ നാമ അല്ലെ ഒന്നും ഇനിയിപ്പോൾ കോലം വരക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ശിവ എഴുതുക, അല്ലെ സുബ്ഹാനല്ലാഹ് എഴുതുക, അല്ലെ ലൈഫ് അല്ലെ ഹാപ്പി ജീസസ് എഴുതുക. എന്ത് ചെയ്താലും മതി. ഈശ്വര രൂപം വരച്ച് ഒരു സങ്കല്പമായിക്കോട്ടെ. ഏത് മതവിഭാഗക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. ഈ മുസ്ലിങ്ങൾ നോക്കി ഈ കൃഷ്ണന്റെ പേര് ഓം വരച്ചിപ്പോൾ അവർ പ്രശ്നം വേണ്ട, അവർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുതിയായിട്ട് വെച്ചാൽ മതി. അപ്പൊ അത് ആ സന്ധ്യയാകുമ്പോൾ കൊണ്ടുപോയിക്കോളും. ഏറ്റവും നല്ല കൊടുത്തു. അപ്പൊ മനസ്സും വാക്കും പ്രവൃത്തി ഒന്നായി. എത്ര വലിയ ആചാര്യങ്ങളാണ്. ഇതാണ് ഭാരത ദർശനം. നമ്മൾ അല്ലേ ഇവിടെ നെയ്യ് ഒഴിക്കുമ്പോ അല്ലെ ഇവിടെ വിളക്കെത്തിക്കുമ്പോ അത് നമുക്ക് പപ്പടം കച്ചവടം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഈ നാട്ടില് അല്ലേ. സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആ ധൂളിയൊന്നും നമുക്കിവിടെ മറ്റുള്ള പ്രാണികളും നമുക്ക് ആക്രമിക്കൂല. എത്രമാത്രം പോസിറ്റീവ് വൈബാണ് വരുന്നത്. ക്ഷേത്രങ്ങളിൽ ആലുമരം എങ്ങനെ എത്ര കൊല്ലം നമുക്ക് കണ്ടെത്തി. ഒരു ആലുമരം അതിന്റെ 40 മറ്റു മരങ്ങളെക്കാണ് 40 മുതൽ 50% വരെ ഓക്സിജൻ പുറന്തള്ള.
നമ്മൾ ആയിരക്കണക്കിന് ആല് കൊടുത്താടാം. ഒരുപാട് ക്ഷേത്രങ്ങളും മലപ്പുറം കോഴിക്കോട് ജില്ലയിലൊക്കെ ഒട്ടുമുഖ ക്ഷേത്രങ്ങളിലും ആല് വെക്കണമെങ്കിൽ ആല് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ആലിൻ്റെ അടുത്തേക്ക് വരിക. കാരണം ലക്ഷണത്തെ ആല് ആർക്കും അറിയില്ല. അത്ര 10 ലക്ഷം പഠിച്ച് നമ്മളാ. എന്നിട്ട് ഞാൻ പറയും ഒരു ആലുദൈവമാണ് ഒരു മാപ്പിളനെ തരികയാണ്. നമ്മൾ ഇത് കണ്ടെത്തി കറക്റ്റായിട്ട് ഇത് കൊണ്ടുവന്ന് വീട്ടിൽ കറക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു പ്രതിഷ്ഠയ്ക്ക് കൊടുക്കാറുണ്ട്. ആലിൻ്റെ പ്രത്യേകം നോക്കുമ്പോൾ ആല് ക്ഷേത്രത്തിൻ്റെ ആൽത്തറ കടക്കാൻ പാടില്ല. രാത്രി ഗുളികൻ വരും എന്ന് പറയില്ലേ? ഗുളികനൊന്നല്ല വരുന്നത്. എന്താ സംഭവം ശാസ്ത്രീയമായിട്ട് അറിയോ? ആലിൻ്റെ ഓക്സിജൻ, ആലെന്ന് പറഞ്ഞാൽ കണ്ടമാനം കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. എന്നിട്ട് ഓക്സിജനെ പുറന്തള്ളും. വെളുപ്പിന് ഒരു 3 മുതൽ ഈ ഇത് തുടങ്ങി 12, 11, 12 നിൽക്കും. പിന്നെ 4 മണിക്ക് തുടങ്ങിയ 9, 10 മണി വരെ ഈ ഓക്സിജൻ പുറന്തള്ളി എടുക്കും. അതിനുശേഷം രാത്രി അർദ്ധരാത്രി കഴിഞ്ഞാൽ എന്താ ഈ ആവശ്യത്തിന് അത് സ്വീകരിച്ചതിൽ കൂടുതൽ അതിന് സംശ്ലേഷണം ചെയ്യാൻ പറ്റി അതിൻ്റെ എനർജിക്ക് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ രാത്രി എന്ത് ചെയ്യും? 12 മണിക്ക് ശേഷം ഇത് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ള. അപ്പോൾ ആലിലോട്ട് ഇരുന്ന ആൾക്കാർക്ക് ശ്വാസം മുട്ട് വരും. അതാണ് ഗുളികൻ വന്നൊക്കെ പറയണത്. ഇത്ര ശാസ്ത്രീയമാണ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ആൽമരം വീട്ടിൽ വെക്കാൻ പാടില്ല, ആസ്പത്രി വെക്കാൻ പാടില്ല, പക്ഷെ സ്കൂളിൽ വെക്കാം. രാത്രി ആളുകൾ കൂടുന്നിടത്ത് പാടില്ല എന്ന കാരണം അതാണ്. ഇപ്പം എന്താ ആലിൻ്റെ തറയിൽ നമുക്ക് നല്ല ഓക്സിജൻ രാത്രി കിടക്കാൻ പറ്റില്ലല്ലോ. രാത്രി ഓട്ടോമാറ്റിക്കായി 12 കഴിയുമ്പോൾ ഉറക്കം വരും. അവിടെ നിൽക്കാൻ പറ്റില്ല, അസ്വസ്ഥത. കാരണം കാർബൺ ഡയോക്സൈഡ് അവിടെ വരുന്നത്. ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആചാര്യന്മാർ കണ്ടെത്തി. ഇത് പ്രാകൃതം എന്ന് പറയുമ്പോൾ ശരി ഇങ്ങനെ നമ്മൾ ഈ നമ്മുടെ സംസ്കാരത്തെ മൊത്തം ഇല്ലാതാക്കി അത് നമ്മൾ കൂട്ടുപിടിച്ചു. നിങ്ങളെ ഈ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അതിന് ഞാൻ പേര് പറഞ്ഞിരുന്നത്, ഇവിടുത്തെ പോകാനേക്കാതെ കണ്ട അത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ആരും കുറ്റം പറയില്ല. യഥാ രാജ തഥാ പ്രജ. നമ്മളെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ആൾക്കാരെ നമ്മളെ ഭരിക്കാനും വരുള്ളൂ. ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നമ്മളിൽ ആത്മീയത ഇല്ല. എല്ലാവരും ഇത് നഷ്ടപ്പെട്ടു. സ്പിരിച്വാലിറ്റി ഇല്ല. അപ്പോൾ ഈ രാജ്യത്തിലേക്ക് ഇതൊക്കെ സ്വീകരിക്കാൻ കാരണം നല്ല ചിന്തകൾ ഈ രാജ്യത്ത് വന്നിട്ടുള്ളൂ. നല്ലതല്ലാത്തൊക്കെ ഇവിടുന്ന് പോയി. മുഗളന്മാർ പോയില്ലേ? ഹോണന്മാർ ഷകന്മാരൊക്കെ ഇവിടുന്ന് പോയില്ലേ? ഈ രാജ്യത്തിൻ്റെ ഈ സംഹിതയ്ക്ക് നിൽക്കാത്തോടത്തോളം കാലം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എത്ര എണ്ണം പോയി ഇവിടെ? 650 കൊല്ലം മുഗളന്മാർ ഭരിച്ചു, 250 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ചു. സ്വാതന്ത്ര്യം 2014 വരെ ഇവിടെ ഭരിച്ച ആൾക്കാരെന്താ ചെയ്ത് നോക്കുക. ഇന്നും പല സംസ്ഥാനങ്ങൾ കേൾക്കുന്ന വാക്കുകൾ എന്താ നോക്കുക, ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഇതെന്താ സംഭവങ്ങൾ? ഇത് കലിയുഗത്തിൻ്റെ വേറെ പ്രത്യേകത. നമുക്ക് 4 യുഗത്തെക്കുറിച്ച് പഠിക്കണ്ടല്ലോ. അതറിയോ? ത്രേതായുഗം, ദ്വാപരയുഗം എന്നൊക്കെ ഇല്ലേ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4ൻ്റെയും പ്രത്യേകത. ഇപ്പൊ കലിയുഗത്തിന്റെ ഡെപ്ത് എത്ര അറിയോ? കലിയുഗം എത്ര കൊല്ലാന്നാ പറഞ്ഞത്? 3,24,000 വർഷമാണ്. 3,24,000 വർഷം കലിയുഗം. കലിയുഗം തുടങ്ങിയെന്ന കൃത്യമായിട്ട് പറഞ്ഞ ഡേറ്റ് പറയണോ? 5124 കൊല്ലായിട്ടുള്ളൂ. 27 കൊല്ലം, ഇപ്പൊ 27 കൊല്ലം. അപ്പൊ ഈ 5127 കൊല്ലത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ നടന്നു? 1000 കൊല്ലം ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ നോക്കി പല വൈദേശികളും, നശിച്ചല്ല. ഇനി ഒരു 1000 കൊല്ലം 2000 കൊല്ലം കഴിയുമ്പോൾ ലോകം ഈ ധർമ്മത്തെക്കുറിച്ച് പഠിക്കൽ 1 സഹസ്രാബ്ദത്തോളം വൈദേശിക ശക്തികളാൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും അത് നശിക്കാതെ ഇന്നും നിലനിൽക്കണം എന്നുള്ളതാണ് ഈ ധർമ്മത്തിന്റെ പ്രത്യേകത. അറിയും നമ്മൾ തന്നെ ഒരു 500 കൊല്ലം ജനിച്ചത് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ജനിച്ച ആൾക്കാർ നമ്മൾ ജനിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഇത്രയും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ കലിയുഗത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് ഒന്ന് ഭഗവാനെ വിളിച്ചാൽ മോക്ഷം കിട്ടുന്ന. ദ്വാപര യുഗത്തിൽ എത്രയോ ജന്മങ്ങൾ ചെയ്താൽ പോലും മോക്ഷം കിട്ടില്ലാണ്. മോക്ഷം കിട്ടാൻ മുക്തി കിട്ടില്ലാണ്. ഈ ജന്മത്തിൽ ഈ കലിയുഗത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബേ, എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, എൻ്റെ കർത്താവ് ഒറ്റ വിളി വിളിച്ചാൽ മോക്ഷം കിട്ടുന്ന. പക്ഷെ ആരും മനസ്സറിഞ്ഞില്ല വിളിക്കണോ? അല്ല. എല്ലാം നമ്മുടെ ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോടൊക്കെ നമ്മളെ പ്രാരാബ്ദങ്ങൾ കെട്ടിവെക്കണം. ഒരിക്കലും ക്ഷേത്രത്തിൽ പോയിട്ട് ഈ പ്രാരാബ്ദങ്ങൾ കെട്ടിവെക്കരുത് കേട്ടോ. കാരണം ഈ പ്രാർത്ഥിക്കണത് നെഗറ്റീവാണ്. അമ്മേ എന്താ പ്രാർത്ഥിക്കണം? ആദ്യം പോയിട്ട് പറയും ഭഗവാനെ എനിക്ക് ഒരിക്കലും ദുഃഖം തരുതേന്ന്. ഏറ്റവും വലിയ ദുഃഖം അല്ലേ? 2ാമത് എനിക്ക് ദാരിദ്ര്യം തരുതേന്ന്. 3 പറയും എനിക്ക് അസുഖം തരുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് പകരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എനിക്ക് സമ്പത്ത് കൊണ്ടാന്ന് പറയാം. മുട്ടും മോശമാക്കണ്ട, നന്നാക്കി ചോദിച്ചൂടെ? എനിക്ക് നല്ല സന്തോഷം കൊണ്ടുവരാം, അപ്പൊ ദുഃഖം ഉണ്ടാവില്ലല്ലോ. എനിക്ക് ആരോഗ്യം തരണമെന്ന് പറയാം, അപ്പൊ അസുഖം ഉണ്ടാവില്ലല്ലോ. എന്തിനും നെഗറ്റീവ് വെച്ചാണ് ഭഗവാൻ ചോദിക്കേണ്ട ആവശ്യം? പിന്നെ ദുഃഖമില്ലാതെ ഒറ്റ മാർഗമുള്ളൂ. എന്ത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും. സത്യമല്ലേ? അതിനൊരു മാർഗമുള്ളൂ. എന്ത് നഷ്ടപ്പെടാത്തതിന് ഇഷ്ടപ്പെട്ടാൽ മതി. എന്താ നഷ്ടപ്പെടാത്ത? ലോകത്ത് ഒന്ന് മാത്രമേ നഷ്ടപ്പെടാത്തുള്ളൂ. എന്താണ്? ഭഗവാൻ. കറക്റ്റ്. നമുക്ക് ക്ഷയിക്കാൻ
ലോകത്ത് നഷ്ടപ്പെടാത്തത് നമ്മുടെ ഭഗവാനാണ്, അള്ളാഹുവാണ്, കർത്താവാണ്. അത് ഏത് രൂപ ആയിക്കോട്ടെ, അതാണ്. അതിനെ മുറുകി പിടിക്കുക, എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന കൊടുത്തു. കാരണം എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മുടെ ഉള്ളിലുണ്ടാവും. എനിക്കൊക്കെ പലപ്പോഴും ജീവിത അനുഭവത്തിൽ ഒന്നാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. ഇപ്പോഴും നമുക്ക് ഒരുപാട് ഈ സെമിറ്റിക് മതങ്ങൾ ഈ പരാജയത്തിനൊക്കെ എന്താ പറയുന്നത്, അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറയും. കർത്താവ് പരീക്ഷിക്കുമെന്ന് പറയും. തെറ്റാണ്. പരിശീലിപ്പിക്കുക ചെയ്യുക, ഈശ്വരൻ്റെ പരിശീലനം. ഇപ്പോൾ ഒരു വീട്ടിലൊരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചാൽ ഒരു മലപ്പുറത്ത് കല്യാണം കഴിഞ്ഞ് യുവ ദമ്പതികൾ സ്കൂട്ടർ ഇടിച്ച് മരിച്ചു എന്ന് പറയുന്നുണ്ടാവും അല്ലേ, വായിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് എൻ്റെ സുഹൃത്തിൻ്റെ മോളായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുള്ളൂ. ആ വീട്ടിൽ ആകെ ഒരു മോനല്ല, ഒറ്റ മോൻ. ആ മോനാണ് ഇവർ വീട്ടിൽ നിന്ന് അങ്ങോട്ട് റോഡിലേക്ക് കയറുന്നു, സ്കൂട്ടർ വരുന്നു, മെഡിക്കൽ സ്പോട്ടിൽ നിന്ന്. അങ്ങനെ അവരെ ഇവിടേക്ക് മഞ്ചേരിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ് ഈ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ആഴ്ചയിൽ 7 ദിവസം നമ്മൾ ഈ കുട്ടിയുടെ വാപ്പാൻ്റെ എൻ്റെ ഫ്രണ്ടാണ് അവിടെ പോകും, എന്നെന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് താങ്ങാൻ കഴിയില്ല അബ്ദുക്കാർ. ഞാൻ പറഞ്ഞു, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പരിശീലനമായിരിക്കും. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു എനർജി. എല്ലാവരും ഇത് പരീക്ഷിക്കാണ് പറഞ്ഞ് ഈ ആശ്വസിപ്പിക്കണം. ഇവിടെ പോയിട്ട് എന്താ പറഞ്ഞല്ലോ, ഇതൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണം. ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ പറയണോരൊരു സുഖമുള്ളൂ, കേൾക്കണോരൊരു സുഖം ഉണ്ടാവില്ല. ഉണ്ടാവോ? അവനാലും വന്ന് നോക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത്ര ഇത് അള്ളാഹുവിൻ്റെ പരിശീലനമാണെന്ന്. പരിശീലനം എന്ന് പറയുമ്പോൾ അവിടെ കുറത്തില്ല, ഒരു കൺകുളിർമയില്ലേ. ഈശ്വരൻ്റെ പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മളെന്തായി, ഒന്നുകൂടി മെച്ചറായി. വല്ലാത്തൊരു സുഖം. അതൊക്കെ ഞങ്ങളിത് പറഞ്ഞപ്പം ആദ്യമായിട്ടാണ് അത്ര അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞത്. എങ്ങനെ ഈ വന്നോല് മുഴുവൻ പറഞ്ഞ് ഈ പരീക്ഷ എന്ന് പറഞ്ഞ് ഇവർക്ക് ദൈവത്തിനോടും ദേഷ്യമായി, ആകെ ദേഷ്യമായി, ടെൻഷൻ കൂടി വരികയാണ്. ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ പറയണം നമുക്ക് സുഖം, കേൾക്കണവൻ്റെ കാര്യം നമ്മുടെ അവസ്ഥയ്ക്ക് എത്തണം. അപ്പം നമ്മളവിടെ പറയേണ്ടത് എന്താ, ഇതൊക്കെ ഭഗവാന്റെ ഒരു പരിശീലനമായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേ ഈശ്വരൻ കാരുണ്യവാനാവുള്ളൂ. ഇത് ഭാരതത്തിന്റെ ദർശനമാണ്. ഈശ്വരനെ പ്രണയിക്കാൻ പറഞ്ഞ് നമ്മളാണ് ഇവിടെയാണ് അല്ലേ. ഖുർആനിൽ അള്ളാഹ്ക്ക് 99 പേരുണ്ട്. റഹ്മാൻ, റഹീം, ഖാലിഖ്, ജബ്ബാർ, അസ്റഫ്, ബഷീർ, ഷുക്കൂർ, 99 പര്യായങ്ങളുണ്ട്. എന്ത് അത് 99 ഒതുങ്ങി? അറബികൾക്ക് അത്ര താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളായിരുന്നു. അതുകൊണ്ട് അവിടെ ഖുർആനിൽ എത്ര വന്നു? 99 പേര്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, അവർക്ക് അത്രേ പറ്റുള്ളൂ. നമുക്ക് എത്ര കിട്ടിയ 1000 സഹസ്രനാമങ്ങൾ അല്ല, നമ്മൾ സഹസ്രനാമല്ലേ പറയണേ. അപ്പൊ ആ 1000 തന്നെ. അപ്പൊ നമ്മുടെ മനസ്സ് അത്ര വിശാലായിരുന്നു. ഇത് ഭാരത ദർശനല്ലേ. ഇത് നമുക്ക് 1000 രൂപങ്ങളിൽ കാണാൻ പറ്റി. പക്ഷെ ഏതിൽ പോയാലും അവിടെ എത്തും അല്ലേ. ഏത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിപ്പന്നെ സാർ ഇവിടെ പറഞ്ഞല്ലോ, വെള്ളത്തിന്റെ കാര്യം. ഇനിയിപ്പോ ഒറ്റ കാര്യം കൂടി പറയാം. നിങ്ങളുടെ വീട്ടില്, നമ്മളെ ആരെ വീട്ടിലായിക്കോട്ടെ, വെള്ളത്തിന് എന്തെങ്കിലും തപ്പി കുളം കേടുന്നു ഞാൻ കണ്ടു വന്നപ്പോൾ എന്നെ ഇതൊക്കെ നോക്കിയാൽ, ഈ വെള്ളത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അത് വെള്ളം കേടുന്ന വെള്ളമാവുക, കിണർ കേടുന്ന മണം വരിക, അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ വെക്കുക, എന്ത് സംഗതി ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ഇപ്പോൾ വർമാജിത് ഞാൻ അനുഭവങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു, പറയാം. അത് സംബന്ധിച്ച് പറഞ്ഞോളൂ, ലാസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കിയാൽ. അതേമാതിരി ഇപ്പം ഇന്ന് നമ്മുടെ മലയാളിക്കൽ ഏറ്റവും വലിയ പ്രശ്നം അടുക്കള മാലിന്യമാണ്. ആണല്ലേ അല്ലേ? അടുക്കള മാലിന്യോട് എല്ലാവരും കുടുങ്ങിന്. ആകെ 2 സെന്റ് 3 സെന്റ് വീട് ഈ അടുക്കള മാലിന്യം കൊണ്ടാണ്. ഇപ്പം ഏതായാലും തൊഴിലുറപ്പായാലും മരുപ്പേര് വന്ന് കുടുംബശ്രീക്കാർ പേപ്പറൊക്കെ ഒരു കൊണ്ടുപോകും. പക്ഷേ അടുക്കള മാലിന്യം ആരും കൊണ്ടുവരല്ലോ. പക്ഷെ അതൊക്കെ ഒരു ടെക്നോളജി കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രകാരം 1 സെന്റ് ഇല്ലൊരു 1.5 സെന്റിലെ ഷൊർണൂർ വീട് നമ്മൾ ചെയ്തു കൊടുത്തു. 1.5 സെന്റ് ആകെ വീട്, 3 നില വീട്. അവർ പറയണ ഒരു വാസനയില്ല, ഒരല്പം പോലും വാസന ഇല്ലാതെ അടുക്കള മാലിന്യം കണ്ടെത്താനുള്ള ഒരു ടെക്നോളജി നമ്മൾ കയറി തീർത്തു. നിങ്ങൾക്കൊന്നും തരണ്ട, നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ വന്നാൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ അവയർനെസ് പറഞ്ഞിട്ട് അതുപോലെ ചെയ്തിട്ട് അത് വിജയിച്ച് മാസം ഇല്ലാതാകുമ്പോൾ എനിക്ക് ഒരേ ഒരു സമ്മാനം മാത്രം തന്നാൽ മതി. എന്താ അറിയോ, എൻ്റെ പേരിൽ ഒരു ഫലവൃക്ഷത്തൈ നിങ്ങളെ വീട്ടിൽ നടുക. ചെയ്തൂടെ? നിങ്ങൾക്ക് വെള്ളം കോയൽക്കിണറാണ്, വെള്ളമല്ല, ശരിയാക്കി തരാം. തീരദേശമാണ്, ഉപ്പാണ്, ശരിയാക്കി തരാം. വെള്ളം ഇല്ല, ശരിയാക്കി തരാം. എല്ലൊക്കെ വർമാജിക്ക് എന്നൊക്കെ അത് കേൾപ്പിച്ചു കേട്ടില്ലേ? എല്ലാം കിട്ടും. എത്രയോ ആളുകൾ, 10,000 ആളുകൾ വെള്ളം ഉണ്ടാക്കി ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ചക്ക ഉണ്ടായ കണ്ടില്ലേ ഓരോരുത്തരും. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക്, പിന്നെ ഡോക്ടർ ഹുസൈൻ മാടപൂരിന്, സ്വാമി ചിദാനന്ദന് ഇവിടെ കണ്ണൂർ ആശ്രമത്തിൽ, മാതാ അമൃതാനന്ദൻ്റെ ആങ്ങളുടെ വീട്ടിൽ, ഇവർക്കൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു. അതുകൊണ്ടാണ് അവരൊക്കെ എന്നെ വിളിച്ച് ഇതിന് സ്വീകരിക്കാൻ കാരണം. അപ്പോൾ അത് ഭഗവാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഏതേത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഇവിടെ വരും. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടോ? എങ്ങനെ ഭഗവാൻ പറഞ്ഞ അതിനെറ്റി? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം
വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നോക്കൂ, ഇന്ന് ഈ കാലഘട്ടത്തിൽ അമ്മ എന്ന സങ്കല്പത്തിന് ഗ്ലാനി സംഭവിച്ചു. അതുകൊണ്ടാണ് അമ്മമാരെ പ്രതിസ്ഥാനത്തിലാക്കി വന്നത്. പക്ഷേ നമ്മളിടെ തന്നെ അമ്മ എന്ന സങ്കല്പത്തിന് വേണ്ടി ശ്രീ മാതാ അമൃതാനന്ദമ്മ ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അമ്മയെ സ്നേഹിക്കുന്ന ഒരാൾക്കും സ്വന്തം അമ്മയെ മാതൃ പ്രതിസ്ഥാനത്തിലാക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മേൻ്റെ അടുത്തൊരു സെക്കൻഡ് നിൽക്കുമ്പോഴേക്കുണ്ടാണ് ഒരു എനർജി എത്രയാണ്. വെറുതെ ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. പക്ഷേ വേദങ്ങൾക്ക് ഇന്ന് ഗ്ലാനി സംഭവം, വേദശാസ്ത്രങ്ങൾക്ക്. അപ്പോൾ ഒരു സ്വാമി ചിദാനന്ദപുരി ഉദിചൈതന്യജി വന്നു. നമ്മളെ വിദ്യക്കും വൈദ്യക്കും ഗ്ലാനി സംഭവിച്ചു, വിൽപ്പന ചെറുക്കായി. അപ്പം ആന്ധ്രയിൽ ഒരു പുട്ടപർത്തി സത്യസായിബ വന്നു. സാംസ്കാരിക അധപ്പതനം ഉണ്ടായി. അപ്പോൾ ഒരു ശ്രീ ശ്രീ രവിശങ്കർ വന്നു. ഇങ്ങനെ ഇന്ന് എന്തിനൊക്കെ ഗ്ലാനി, അതിനൊക്കെ അവിടെ പരിഹാരമുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ വേദശാസ്ത്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർക്കും ഈ സ്വാമി ചിദാനന്ദപുരി ചില്ലറയാണോ? എല്ലാം അതന്നെ അത്ഭുതത്തിനും എനിക്ക് വേണ്ടത് സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ചാണ് സംശയിക്കുമോ? ആർക്ക് തോൽപ്പിക്കാൻ കഴിയും? അപ്പോൾ ഇത് പക്ഷെ നമ്മളിത് തിരിച്ചറിഞ്ഞ് നമ്മളെ വീടുകളിൽ, കുടുംബങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുത്തണം. ഈ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുക. നമ്മളെ തലമുറക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. ചിന്തിക്കുക. സൗദി അറേബ്യ, റസൂലുള്ളാഹിക്ക് ജന്മം കിട്ടിയ സൗദി അറേബ്യ എന്ന രാജ്യം രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോഴും പഠിപ്പിക്കുക. നമ്മൾ വേണോ വേണ്ട അങ്ങോട്ട് എടുക്കണം. സൗദി അറേബ്യ പഠിപ്പിക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മറ്റുള്ള മാതിരി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ചെറുപ്പത്തിലെ അമർചിത്രകഥ വായിക്കണ്ടല്ലോ അല്ലേ? ഇന്നും അമർചിത്രകഥ അതെന്നെ മുന്നോട്ട് പോകണ്ടേ? പക്ഷെ യേശുവിനെ കുറിച്ചോ റസൂലുള്ളാഹിനെ കുറിച്ചോ ഒരു അമർചിത്രകഥകൾ കാണുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇതെത്ര രാമായണത്തിന് എത്ര എഴുതിയാലും തീരില്ല. ഇപ്പം നേരെ വികലാക്കി MT വാസുദേവൻ എഴുതി. ആരെ? കർണനെ ഉഷാറാക്കിയിട്ട്. എന്നിട്ട് അത് വിജയിച്ചില്ലേ? 2-ാം മുഴം വായിച്ചിട്ടുണ്ടോ? കർണനാണ് അതിൽ ടോപ്പ് 8 വന്നത്. എങ്ങനെ ചെയ്താലും അത് എത്ര കഴിഞ്ഞാൽ. അപ്പൊ ഇത് വായിക്കുന്ന സൗദി അറേബ്യയിലെ ആ തലമുറകൾക്ക് ഇതുണ്ടായ മണ്ണൊന്ന് കാണാൻ ആഗ്രഹം. അവർ അവിടെ അയോധ്യക്ക് വരാൻ പോകണം. വഴികാത്ത സംഭവിക്കാൻ പോകാം. നമ്മളെ ആയുസിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളോ ഉണ്ടോ? അപ്പൊ എനിക്ക് നമ്മൾ നല്ലൊരു മുസൽമാനായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ധർമ്മത്തിൽ പോണൊരു കുഴപ്പമില്ല. ഏത് വഴി അവിടെ എത്തും. നമുക്ക് പ്രാർത്ഥിക്കല്ലോ, എല്ലാവർക്കും സുഖാവട്ടെ അല്ലേ? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു. പക്ഷെ ലോകാസമസ്ത സുഖിനോ അത് പോരാ. കാരണം ഈ ലോകാസമസ്ത സുഖിനോ ഭവന്തു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശുഖാംശു ശുക്ലൊക്കെ കിട്ടൂല. കിട്ടുമോ? കാരണം അവര് ഭൂമിയിൽ നിന്ന് പുറത്തല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സമസ്ത ലോക സുഖിനോ ഭവന്തു. അപ്പൊ ശുഭാംശനും കിട്ടും. പിടുത്തം കിട്ടിയോ? അപ്പൊ ഈ സ്പേസിൽ നിൽക്കണേ, ബഹിരാകാശത്ത് നിൽക്കണവർക്ക് സുഖം കിട്ടണ്ടേ? അപ്പൊ ഭൂമിയിലൊക്കെ സുഖം പറഞ്ഞാൽ ഭൂമിയിലെ പുറത്തുള്ളവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഭാരതീയർ എന്ത് നമ്മൾ സമസ്ത ലോക സുഖിനോ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും സെമിറ്റിക് വന്നപ്പോൾ ഇപ്പോഴും അവിടെ നിന്ന് പുറത്ത് ചാടിയിട്ടില്ല. ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് നമ്മൾ പ്രാകൃതരാണ്, മറ്റതാണ്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞ ലോകങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആത്മീയത അതൊരു വല്ലാത്ത ഒരു സംഗതിയാണ്. അത് ഭാരതത്തിന് ലോകത്തിന് കൊടുക്കല്. ഇന്നത്തെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാജ്യത്ത് 2014 ലക്ഷം ധർമ്മ സംസ്ഥാനം നടന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ പറയില്ല അവിടെ. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവ് കിട്ടും. ഇവിടെ നടന്നു കൊടുക്കുക. ഇത് നീ അനുഭവിക്കാൻ ശ്രമിക്കുക, അനുഭവിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ നോക്കുക, ഒരു തൈ വെക്കാൻ നോക്കുക. ഒരു ഒന്നും വേണ്ട, ഇത്തിരി വെള്ളം ഒരു ചിരട്ടലാക്കി ഒരു നാമം ജപിച്ച് അവിടെ വെക്കുക. വേനൽക്കാലിൽ വരുന്നത് ഇത്തിരി ചട്ടി കൊടുക്കല്, ആരെങ്കിലും കുടിച്ച് പോയിക്കോട്ടെ, പാമ്പുകളൊക്കെ കുടിക്കട്ടെ, കഞ്ഞിവെള്ളം ഒക്കെ നമ്മൾ ഒക്കെ ഈശ്വര സങ്കല്പമാണ്. കാരണം മനുഷ്യനെ ഈശ്വരൻ ഭൂമിയിലേക്ക് അയച്ച് ഈശ്വര പ്രാതിനിധ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്. അതാണോ ഒന്ന് നടക്കണമെന്നില്ല ചോദിക്കാൻ പാടില്ല. എന്നെ അറിഞ്ഞവർ പിതാവിനെ അറിഞ്ഞു, ഞാനും പിതാവ് ഒന്നാണെന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെയാണോ ക്രൈസ്തവർ ജീവിക്കണമല്ല. അപ്പം എല്ലാവർക്കും ഈ മണ്ണാണ് പ്രധാനം. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കൂട്ടർ പറയാം. തൊട്ടടുത്തുള്ള സംസ്ഥാനക്കാർ അത് പറയാൻ പോലും കാര്യം മണ്ണിലായിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഒന്നും വേണ്ട, വെറുതെ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പൂന്താനത്തിൻ്റെ തമാശ കേട്ടോ, ദേഷ്യം പിടിക്കരുത്. നമ്മൾ ഇപ്പം ബ്രഹ്മലോകത്ത് നിന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഒന്നും കൂടി ഭാരതത്തിൽ ജന്മം കിട്ടുമെന്നാണ് ചോദിച്ചത്. ഇത്
പാകിസ്ഥാനിൽ കിട്ടുന്ന പറഞ്ഞാൽ ആരും പോവും? അഫ്ഗാനിൽ കിട്ടുന്ന പറഞ്ഞാൽ പോവും? ഇന്നിപ്പോ നോക്കൂ, ഇവിടെ അതാണ് ഇതാണ് മറ്റേ ഇവിടെ ഒക്കെ ആകെ പ്രശ്നമാണ്, ഇവിടെ ഫാസിസ്റ്റാണ്, മറ്റാണ് മറിച്ചാണ്. ഇന്ന് ഒരു 10 കോടി റുപ്യ തരാം, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസൽമാനെ ക്രൈസ്തവരെ പോവും? പക്ഷെ പാകിസ്ഥാനോട് പറയാണ് നീ ഇന്ത്യക്ക് പോരുന്ന്, വെറുതെ ഗേറ്റ് ഒന്ന് ജസ്റ്റ് ആ വാഗേല അതിർത്തിയിൽ ഒന്ന് ഒരു മണിക്കൂർ തുറക്കാറ അവിടെ ആ തിക്കിൽ പെട്ടുമാണ് ആൾക്കാർ മരിച്ചു. അവിടെ നിന്ന് പോരാൻ നിൽക്കും. 47 ഭാരതം ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് വെട്ടിമുറിച്ച് പോയ ആൾക്കാരാണ്. എന്താ പോലെ അവസ്ഥ? എന്ത് സംഭവിച്ചിറങ്ങി? എന്താ സംഭവിച്ചത്? എനിക്ക് രസം കേട്ടോ. ഈ ഖുർആനൊക്കെ ഇവിടെ നിലക്കാൻ കാരണം എന്താണ്? ഈ ഇസ്ലാം നിലക്കാനൊക്കെ ഇവിടെ ഇത്ര ലോകത്ത് ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ മറ്റുള്ള ക്രിസ്തുമതത്തെ പറ്റി ഞാൻ പറയില്ല, ഈ ഇസ്ലാം നിലക്കുന്ന കാര്യം കൂടി പറഞ്ഞുതരാം. അത്ര സ്പിരിച്വാലിറ്റിയാണ് ഈ സനാതന ധർമ്മം ഇത്രയും ബന്ധമുള്ള ഒരു ഗ്രന്ഥമാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ബക്കറ എന്നാണ്. നല്ല പശു എന്നാണ്. പക്ഷെ ആ പശുവിന് ഒരു കാട്ടിന് തരല്ല ഞാൻ പറഞ്ഞിട്ടോ. എന്നിട്ട് ഖുർആനിലെ അവസാനത്തെ അധ്യായത്തിന്റെ പേര് നാസ്, മനുഷ്യൻ എന്നാണ്. അൽ നാസ്, അതായത് അതിൽ സൂറത്ത് നാസ് അൽ കിട്ടില്ല. അൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലതെന്നാണ്. അപ്പൊ പശുവിന്റെ പേര് അൽ ബക്കറ, നല്ല പശു. മനുഷ്യന്റെ പേര് ലാസ്റ്റ് ആട്ടത്, ഏറ്റവും ചെറിയ അധ്യായം. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് ഖുർആൻ തന്നെ പറയാണ്. നമ്മൾ ഇതിലൂടെ ഉയർന്ന് പശു എന്ന അവസ്ഥയ്ക്ക് ഉയർന്നാണ് പണിക്കണത്. എന്താ പശുവിന് ഉയർന്നത്? പശു എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ടാത്തൊക്കെ സ്വീകരിക്കുകയും മനുഷ്യന് വേണ്ടി മാത്രം തന്നെ ജീവിയാണ്, അല്ലേ? പശുവിന്റെ ചാണകത്തിൽ 1 ഗ്രാം ചാണകത്തിൽ 450 മുതൽ 550 കോടി സൂക്ഷ്മാണുക്കളുണ്ട്. ഈ സൂക്ഷ്മാണുക്കളാണ് നമ്മളെ കൃഷിയെ പരിപോഷിപ്പിക്കുന്നത്. ഒരു നാടൻ പശു ഒരു ദിവസം 10 മുതൽ 15 കിലോ വരെ ചാണകം തരും. ഒരു കാൽക്കുലേഷന് വേണ്ടി നമുക്കൊരു 10 കിലോ കൂട്ടുക. 450 മുതൽ 550 500 കോടി കൂട്ടുക. 10 × 1000 10,000, 10,000 × 500 കോടി കൂട്ടാൻ പറ്റുമോ? ഇത്രയും സൂക്ഷ്മാണുക്കളെ പുറന്തള്ളുന്ന ജീവി ആരാണ്? പശുവാണ്. ഖുർആൻ ഈ ജീവിനോടെ കൊണ്ടയച്ച് ഏറ്റവും ടോപ്പിൽ ഏറ്റവും വലിയ അധ്യായത്തിൽ കൊണ്ടയച്ച് ഭൂമിയിൽ അങ്ങനെ പോന്ന് ഏറ്റവും കുറവ് സൂക്ഷ്മാണുക്കളുടെ ജീവി ഏതാരോ? മനുഷ്യനാണ്. മനുഷ്യനെ ഖുർആനോടെ കൊണ്ടയച്ച് ലാസ്റ്റ് കൊണ്ടയച്ച്. നമ്മളൊരു പശു ഈ കുളത്തിൽ മൂത്രം വെച്ചാൽ സൂക്ഷ്മാണുക്കൾ വളരെ ചെയ്യാം. മനുഷ്യൻ മൂത്രം വെച്ചാലോ കൊളിവും ബാക്ടീരിയ കൂടെ ചെയ്യാം. മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുങ്ങി കുളിക്കാൻ അവസരം കിട്ടിയാൽ, അപ്പൊ അതിനർത്ഥം മുഹമ്മദ് നബിക്ക് കിട്ടില്ല എന്നാണല്ലോ. ഞാൻ ഈ സംഹിത ഇവിടെ നിലനിൽക്കാതെ കാരണമേ പറഞ്ഞു കേട്ടോ. ഭാരത ദർശനത്തിൽ ഇതിന്റെ റോളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മുങ്ങി കുളിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ഓതുണ്ടാക്കി മുങ്ങണം എന്നാ പറഞ്ഞത് മുഹമ്മദ് നബി. അതായത് ഒരു കുളത്തിൽ പോയി മുങ്ങി നമുക്ക് അവസരം കിട്ടുക, പുഴയിൽ പോയി ചാടരുതെന്ന്. ആദ്യം അർക്യം ചെയ്യണമെന്ന് മനസ്സിലായോ? ഒന്ന് പറഞ്ഞാൽ അർക്യം ചെയ്യാം. അർക്യം ചെയ്താൽ എന്താ സംഭവിക്കുക? ഇത്തിരി വെള്ളം എടുത്ത് കൈയും കാലും കഴുകി അർക്യം ചെയ്യുക, അതായത് ഒതുക്കുക. ഇതെടുത്ത് നമുക്ക് മൂത്രയ്ക്കാൻ മുട്ടും. അപ്പം നമുക്ക് കരയെ മൂത്രയ്ക്കാം. മനുഷ്യൻ മൂത്രം മണ്ണിൽ വീണ 1 മിനിറ്റോടെ ഒക്കെ മരിച്ചു പോകും. നമ്മൾ അതേ സ്ഥാനത്ത് ഓടി ചെന്ന് പുഴയിൽ വീണ് പുഴയിൽ അല്ലെങ്കിൽ കുളത്തിൽ നമ്മൾ അവിടെ നിന്ന് മൂത്രയിച്ചാൽ ഈ ബാക്ടീരിയ ആറ്റം മാതിരിയാണ്. കുളിവും ബാക്ടീരിയ 1, 2, 4, 8, 16, 32 ഇങ്ങനെ വിഘടിക്കും. ഇത് ശാസ്ത്രം കണ്ടെത്തിയാണ്, ശരിയാണ്. അതേ സ്ഥാനത്ത് പശുവിന്റെ തിരിച്ചാണ് വരിക. അപ്പൊ നമ്മൾ അർക്യം ചെയ്യുമ്പോൾ നമുക്ക് മൂത്രയ്ക്കാൻ മുട്ടും. വെള്ളത്തിൽ ഇറങ്ങാൻ പപ്പ വേണ്ടിയ കര കയറിയിട്ട് മൂത്രയ്ക്കുക. 1 മിനിറ്റ് കൊണ്ട് വെള്ളത്തിൽ നശിച്ചു പോയി. ഇത്രയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇവിടെ നിലനിൽക്കുന്നത്. 100% സ്പിരിച്വലാണ്. പക്ഷെ ഇത് കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ കഴിയില്ല. എന്താണെന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അത്തിരി ലോകത്തിലെ ഏറ്റവും നല്ല ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സിന്ധു നദിയുടെ ഹിമാലയത്തിന്റെ താഴ്വരയിലെ സിന്ധു നദിയിൽ ലോകത്തെ ഏറ്റവും ക്വാളിറ്റിയിലെ നെല്ലും അരി ഉണ്ടാകുന്ന സ്ഥലം പാകിസ്ഥാന്റെയും ഇന്ത്യന്റെ അതിർത്തിയാണല്ലോ. ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ കയ്യില. എന്തുകൊണ്ടെന്ന് അവര് അല്പം ഗോതമ്പത്തിന് ഈ കഷ്ടപ്പെട്ടു അറിയോ? ഇല്ല. അവരെ പൗരാണികത വെറുക്കാൻ വേണ്ടി ആദ്യം ചെയ്ത് എല്ലായിടത്തോളം പശുക്കളെ തിന്നാൻ മാത്രമേ ഉപയോഗിച്ചു. പശുക്കളെ എണ്ണാണ്ട് കുറഞ്ഞു. അപ്പൊ എന്തായി? ചാണകം ഉണ്ടായില്ല, മണ്ണ് ഉഷരമായി. എന്തുകൊണ്ടാണ് ഇവിടെ ഗോക്കളെ ഇങ്ങനെ നമ്മൾ പൂജിക്കാൻ കാരണം? ഇനി അതൊക്കെ പോട്ടെ, പാല് അത് മാത്രം. അപ്പം പശുവിന്റെ 1 ഗ്രാം ചാണകത്തിൽ 450 മുതൽ 550 കോടി സൂക്ഷ്മാണുക്കൾ. ചിന്തിക്കുക, വെറുതെ ചിന്തിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, അമ്മമാർക്കൊക്കെ അറിയാം. മുമ്പ് കാലത്ത് നെല്ല് കൊയ്ത് നമ്മൾ മണ്ണിൽ തുണി വിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പായലൊക്കെ വിരിച്ച് ഉണക്കിയാൽ 1 കൊല്ലം വരെ അത് കേടുകൂടില്ല. കേടുവരാൻ നോക്കും. 1 കൊല്ലം കഴിഞ്ഞാൽ ഉറക്കത്തും കുത്തുള്ളൂ. ചിലപ്പോൾ എന്ത് ചെയ്യും? സിമെന്റ് ഇട്ട് തറയിൽ ഇടും. നേരെ മറിച്ച് ഈ നമ്മൾ തറയെ നെല്ല് അല്ലെങ്കിൽ പറമ്പിലൊക്കെ ചാണകം തേച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ നെല്ല് ഉണക്കി കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും നെല്ല് ഉറക്കത്തും കുത്തില്ല. ഇനി നമ്മൾ അകത്ത് മെഴുകുണ്ട് അല്ലെ? ഈ ഭൂമിയിൽ ഏറ്റവും വേണ്ടാത്ത തിന്നുന്ന ജീവി ആരാ? പശുവാണ്, ആണല്ലോ. നമുക്ക് വേണ്ട ചക്കമടല്,
പിണ്ണാക്ക്, ഈ സാധനമൊക്കെ കഴിക്കും അല്ലേ, വേണ്ടാത്തൊക്കെ കഴിക്കും അല്ല, എല്ലാം വേണ്ടാത്ത എല്ലാ പഴത്തൊരൊക്കെ കഴിക്കും. അതിന് കിട്ടുന്ന ചാണകം ഏറ്റവും നല്ല കഴിക്കണ ആരാ? മനുഷ്യന്മാർ. ശരി, നമ്മളെ ചാണകം കൊണ്ടൊന്നും ഒഴുകാൻ പറ്റുമോ? അല്ല, ഫോർ എക്സാമ്പിൾ ചിന്തിക്കൂ. എന്താ കാരണം? ശാസ്ത്രീയമായിട്ട് ഇതിൽ കൊളിമ ബാക്ടീരിയാണ്. പക്ഷെ പശുവിൻ്റെതോ ഇന്നത്തെ പെല്ലറ്റും മറ്റും കൊടുത്ത പശുവിൻ്റെ കാര്യമാണ് ഞാൻ നാടൻ പശുവിൻ്റെ കാര്യം പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. നമ്മളെ ഈ ഇത്രയും നല്ലത് കഴിക്കണ ഇതിൻ്റെ ധൂളി കത്തിച്ചിട്ട് നമുക്ക് തൊടാൻ പറ്റുമോ? വെറുതെ ചിന്തിക്കൂ. അപ്പോൾ അതുകൊണ്ട് ഖുർആനിലൂടെ കൊണ്ടുവച്ച് സാധനത്തിനെ ടോപ്പിൽ കൊണ്ടുവച്ച് മനുഷ്യനോട് കൊണ്ടുവച്ച് മുസ്ലിങ്ങൾക്ക് ഇത് തിരിച്ചറിയില്ല. അതാണ് പ്രശ്നം പറ്റിയത്. ഇനി പാല് നോക്കും, പാല് മാത്രം നോക്കും. നമ്മൾ എല്ലാം പറയും പാലില്ലേ, പാലിൽ എന്തുണ്ട്? പാല് നമ്മൾ പശുവിൻ്റെ പാല് കറന്ന് 24 മണിക്കൂർ തൽക്കാലം വലിയ കുഴപ്പമില്ല. സ്വാഭാവിക ടെമ്പറേച്ചർ കേടുവരോ? ഇല്ലല്ലോ. സ്വാഭാവിക ടെമ്പറേച്ചർ പറഞ്ഞോ, പിടിച്ച് വെക്കാതെ തൽക്കാലം 24 മണിക്കൂർ വെള്ളത്തിലിട്ടാലൊക്കെ വലിയ കേടില്ല നിൽക്കും അല്ലേ. ഈ 24 മണിക്കൂറിനുള്ളിൽ അത് കാച്ചി അത് നമ്മൾ പുളിപ്പിച്ച് അതിന് വെണ്ണ എടുത്താൽ ആ വെണ്ണ വെള്ളത്തിലിട്ട് എത്ര ദിവസം നിൽക്കും? അല്ല, അത് തൈരാക്കി നമുക്കൊരു 3 ദിവസം വരെ കേടുവരാൻ നിൽക്കും. ആ 3 ദിവസത്തിനുള്ളിൽ നമ്മളിത് കടഞ്ഞ് വെണ്ണാക്കിയാൽ ശുദ്ധ ചേർത്തിട്ടാൽ 9 ദിവസം വരെ 10 ദിവസം വരെ കേടില്ല നിൽക്കും. ശരിയല്ലേ? ഈ 9 ദിവസത്തിനുള്ളിൽ ഇത് ഉരുക്കി നെയ്യാക്കിയാൽ എത്ര കാലം വരെ നിൽക്കും. ഇതേമാതിരിയാണ് മനുഷ്യനും. ആ സമയത്ത് പ്രോസസ്സിങ് ഇങ്ങനെ നടക്കണം കൃത്യസമയത്ത്. അതിനാണ് ആചാര്യന്മാർ സ്വാമി ചിദാനന്ദപുരി, മാതാ അമൃതാനന്ദമയി, ഉദിത് ചൈതന്യജി, ഏറ്റു ഉസ്താദ്, പാണക്കാട് തങ്ങൾ, ഈ അച്ഛന്മാർ ഇവരൊക്കെ. പക്ഷെ അവർ ആ സമയത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ ഈ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കണം. പിടുത്തം കിട്ടിയോ? അപ്പോൾ ഭാരതത്തിൽ ഇസ്ലാം ഫ്രീ ആയിട്ട് വരാനും ഇന്ന് നിലക്കാല കാരണം എന്താ? അതിൻ്റെ ആത്മീയ വശം അത്ര ഉണ്ട്. ഇതെന്നെ ബൈബിളിലുണ്ട്. നിർഭാഗ്യവശാൽ കഴിയില്ല. ഇപ്പൊ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഗോതമ്പ് കിട്ടില്ല? ഒരു പശുവിനെ അതിന്റെ കുടല് പോലും പോട്ടിയിറങ്ങി തിന്നാണ്. ഇത് ഭാരതത്തിലെ ആചാര്യന്മാർ മനസ്സിലാക്കിയാണ് ആ ജീവിതം തന്നെ ഒരു പശുവാക്കി മാറ്റി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടാവും. പക്ഷെ നമുക്ക് പല ആൾക്കാർക്കും, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ജീവിതത്തിൽ വിഷമിച്ച ദിവസമുണ്ട്. എന്നറിയോ? ഞാൻ വാരണാസി പോയ സമയത്ത്, കാശിയിൽ പോയപ്പോൾ, കാരണം ഈ ചരിത്രമൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ നന്ദിനെ കണ്ട സമയത്ത് സുബ്ഹാനല്ലാഹ് എനിക്കുണ്ടായ ഒരു വിഷമം. കാരണം ഭഗവാൻ അവിടെ ഇല്ല. നന്ദി ഇങ്ങനെ നോക്കി നിൽക്കുക. എത്ര കാലമായി ചിന്തിക്കൂ. ഭഗവാൻ അവിടെ ഇല്ല, വിശ്വനാഥൻ ഇല്ലാതെ നന്ദി നോക്കിക്കാണ്. അങ്ങനെ നന്ദിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞ കേൾക്കാം. എൻ്റെ മുകളിൽ നമ്മളെ വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ നന്ദി കേൾക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു വേറെ ലെവലിൽ പോയതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ നന്ദിൻ്റെ ഉള്ളിൽ 1.5 മണിക്കൂർ നന്ദിയുടെ മുകളിൽ തല വെച്ച് എൻ്റെ ഇടത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്നു. ഒറ്റ കാര്യം ഞാൻ നന്ദിനോട് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും പറഞ്ഞിട്ടുണ്ടാവാം, എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടാവാം, എൻ്റെ ഒരു പ്രാരാബ്ദം ചോദിച്ചിട്ടില്ല. ഒറ്റ കാര്യം നന്ദിനോട് പറഞ്ഞുള്ളൂ, നന്ദികേശ അധിക കാലം നീ നിൽക്കേണ്ടി വരില്ല, നിന്റെ ഭഗവാൻ വൈകാതെ തന്നെ വരും എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ നെഞ്ഞിങ്ങനെ കണ്ണിന്നിങ്ങനെ ധാരായിട്ട് ഒഴുകുക. ആ സിസ്റ്റമാറ്റിക്കലി പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ നന്ദി ഇന്നും കാത്തിക്കാണ് സ്വന്തം ഭഗവാന് വേണ്ടിയിട്ട്. ഈ രാജ്യത്താണത് നടക്കുന്നത്. എപ്പോഴും ഭഗവാനെ കിട്ടിയിട്ടില്ല. പുറത്ത് ചിന്തിക്കുക. എനിക്കിങ്ങനെ കണ്ണിന്നിങ്ങനെ ചിലപ്പോൾ തോന്നുമ്പോൾ ദൈവം എൻ്റെ കണ്ണിന്ന് ചോരയാണ് വരുന്നത്. നമ്മൾ ആ ഒരു ഇത് പഠിക്കുമ്പോൾ ഭഗവാന് കിട്ടാണ്ട് നിങ്ങൾക്ക് അല്ല, എനിക്കല്ല. കാശിയിൽ ഇപ്പോഴും നന്ദിയുള്ളൂ, ഭഗവാനല്ലോ. മഹാദേവനോടെ അവിടെ പള്ളിയാക്കിയിട്ടില്ലേ? കാശി ജ്ഞാനഭാബി പള്ളി മോസ്കാറില്ലേ? കാശിയിൽ നന്ദി മാത്രമേ ഉള്ളൂ. നന്ദിന്റെ മുമ്പിൽ ഭഗവാനില്ല, മഹാദേവനല്ല അവിടെ. ഉപക്ഷേത്രത്തിലേ ഉള്ളൂ. മെയിൻ സാധനമല്ലല്ലോ. നന്ദി നോക്കിക്കണേ നമുക്ക് കാണാൻ പറ്റും. ശിവന്റെ മുമ്പിൽ എപ്പോഴും നന്ദി ഉണ്ടാവുമല്ലോ. വലിയ നന്ദികേശനെ കാണാം. കണ്ടാടാ. ഇത് തിരിച്ചറിയുമ്പോ നമുക്ക് പിന്നെ അപ്പൊ ഒന്നുമില്ലാതെ ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഇതൊന്നും വെക്കില്ല. അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ജീവിയത ഒട്ടകമാണ്. അങ്ങനെയെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ പേര് അൽ ജമൽ ഇട്ടാൽ മതി. ഇട്ടിട്ടില്ലല്ലോ. അവിടെ പറഞ്ഞു ഈ ദർശനം, ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ അപ്പോഴാണ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആവുക. കാരണം ഭാരതത്തിൽ സനാതന ധർമ്മം മാത്രമായിരുന്നെങ്കിൽ ഈ ഭാരതം നശിച്ചു പോകും. കാരണം ആനുഭദ്രഹ കൃതവും ദുഷ്ട, ലോകത്തിലെ എല്ലാ നന്മകളും എന്നിലേക്ക് വരട്ടെ എന്നാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അതൊക്കെ ഇവിടെ വന്നത്. ജൂതന്മാരെ ആക്രമിക്കാത്ത ഒരേ ഒരു മണ്ണിതാണ്. നിങ്ങൾക്ക് ആർക്കും തോറ കേൾക്കാൻ താല്പര്യമുണ്ടോ? തോറ കേട്ടണോ? തോറ എന്ന ഗ്രന്ഥങ്ങൾ ആരും കേട്ടണോ? ബൈബിള് കേട്ടണോ? ഖുർആൻ കേട്ടില്ലേ? തോറ എന്ന് പറഞ്ഞ ജൂതന്മാരെ ഗ്രന്ഥമാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്തോ ദൈവാദിനം കൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഹീബ്രു ഭാഷയിലാണ്. നിങ്ങൾക്ക് ആർക്കും കേൾക്കണോ?
കേൾക്കണമെങ്കിൽ കേൾപ്പിച്ചു തരാം, പിന്നെ കേൾക്കാൻ അവസരം ഉണ്ടാവില്ല, കാരണം ഇത് ഇന്ത്യയിൽ പഠിച്ച വരാറില്ല അത്രേ. എനിക്ക് എങ്ങനെ വെച്ചാൽ എന്തോ ഒരു അമ്മാൻ അലക്കനോട് പഠിച്ചു കിട്ടിയ കേൾക്കണോ? ഞാൻ ചെല്ലട്ടോ. അതായത് തോറയിലെ 3600 വർഷം പഴക്കമുള്ള ആ തോറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം നമ്മൾ ഉദാഹരണത്തിൽ നമ്മൾ ഭഗവത്ഗീതയിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മമഗാന യുത്സവ മമ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ അല്ലേ, അങ്ങനെ തുടങ്ങണേ. അതേമാതിരി ഫസ്റ്റത്തെ ഞാൻ ചെല്ലോട്ടോ, ചിരിക്കരുത് കേട്ടോ. അല്ല അപ്പൊ സ്വാമിജി ദർശനം മാറുമോ? അല്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, മാറി നമുക്ക് തോന്നരുതേ. കോലോദ്മലേവ പേനീമാം നേഫശ്യഹൂതി ഹോമിയ ഫാത്തേമീസ്ര ഖാദിമാം ആയില്യൻ സിയോൺ സോഫിയ ഓലോ അഫ്ദ തിക്വദേനു ആതിക് ബാബ സ്ലോട്ടൻ പായിൽ വീരിയൊത്തൻ ഘോഷി ബേഹാത് സേനു യേരലിയേൻ യെരുഷലയീൻ വീരിയൊത്തൻ ഘോഷി ബേഹാത് സേനു യേരലിയേൻ യെരുഷലയീൻ. അർത്ഥം അല്ല ഇനിയിപ്പോ തൽക്കാലം അടക്കട്ടെ, ശബ്ദത്തിൽ തറാറുണ്ട്. അതൊന്നുമില്ല, ഇത് പിന്നെ ഈ ജീസസിന് യഹോവയോട് യഹോവയോട് പറഞ്ഞ ഒരു റിക്വസ്റ്റ് ആണ്. ഈ ജെറുസലേമിനെ ഞങ്ങൾ മറക്കാതിരിക്കട്ടെ, ഞങ്ങൾക്ക് ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ അവസരം തരണേ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ലോകത്തിന് അവസരം തരട്ടെ, ഞങ്ങളെ എത്ര ആക്രമിച്ചാലും ഞങ്ങൾ ലോകത്തിനോട് ഒരിക്കലും ഇത് അധർമ്മം കാണിക്കൂല. ജെറുസലേമിനെ ഞങ്ങൾ മറക്കാതിരിക്കട്ടെ, ഞങ്ങൾ എന്ത് ത്യാഗം ആര് കിട്ടിയാലും ഞങ്ങളത് സഹിച്ചിട്ട് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ അവസരം തരട്ടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാരംഭമായിട്ടുള്ള അർത്ഥമായിട്ട് വരുന്നത്. അത് നമ്മുടെ ഗീതയിൽ പറഞ്ഞ പോലെ തന്നെ ലോകസമസ്ത സുഖിന ബന്ധു എന്ന് പറഞ്ഞ് ആ ഒരു പക്ഷേ ആ ഒരു മന്ത്രം കൊണ്ടായിരിക്കും ലോകം ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചിട്ടും ആ ജനത ഇന്നും. പക്ഷെ ചിന്തിക്കണം, ലോകത്തിൽ ആ സമൂഹം 1900 വർഷമാണ് ജെറുസലേമിൽ നിന്ന് അവർ പോയിട്ട് തിരിച്ചവർക്ക് കിട്ടാൻ വേണ്ടി ഏറ്റെടുത്തത്. ഇത് നമ്മളിങ്ങനെ മുറിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഓടാൻ ഒരു സ്ഥലമില്ല. അപ്പം ധർമ്മത്തെ രക്ഷിച്ചെങ്കിലേ ധർമ്മം നമ്മളെ രക്ഷിക്കൂ. ധർമ്മോ രക്ഷതി രക്ഷിത. അപ്പോൾ ഈ ഒന്ന് കുറി തൊടാനൊന്നും ഒരു മടിക്കണ്ട. അത് കൃത്യമായിട്ട് ഓരോ ധർമ്മങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ധർമ്മത്തെ രക്ഷിച്ചെങ്കിൽ മാത്രമേ ധർമ്മം നമ്മളെ രക്ഷിക്കുള്ളൂ. ഇപ്പൊ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നല്ലതാ. ഇപ്പൊ നോക്കൂ, എല്ലാവർക്കും അയ്യപ്പനെ മനസ്സിലായി. കുറച്ച് സ്വർണം പോയാലെന്താ, ഭഗവാന്റെ സ്പിരിച്വാലിറ്റി എല്ലാവർക്കും തിരിച്ചറിഞ്ഞു അല്ലേ. ഇപ്പൊ ഗുരുവായൂർ വിളക്കുമാടത്തിന്റെ മുകളിലല്ല ഭഗവാന്റെ ഉള്ളിൽ ആരാന്നില്ല കാണിച്ചത് ഇയാളല്ലേ. ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയണം. ഗുരുവായൂർ ഭഗവാൻ ഉള്ളിൽ തന്നെയാണ് ഇതിൽ കാണിച്ചത് ഇതല്ലേ, ആണല്ലേ? ആ ലോകത്തിലെ ഏറ്റവും ബാധികത 2 ആൾക്കാരൊക്കെ അറിയോ? അതുമാതിരി ഈ അവതാര കാലത്ത് എനിക്ക് കൃഷ്ണനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, പൂതന. ചില്ലറ ഭാഗ്യമാണ് അമ്മയ്ക്ക് കിട്ടിയത്. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞില്ലേ. കംസൻ ചില്ലറ ഭാഗ്യമാണോ? അർജുന് പോലും അത്രയും ഭാഗ്യം കിട്ടില്ല കേട്ടോ, ഇല്ല. അപ്പോൾ ഈ വിമർശിച്ചിട്ട് പോലും ആ ആളാൻ കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടുകാരൻ്റെ അയാൾ ഭാഗ്യവാനാണ്. കാരണം ആ കാരണം കൊണ്ട് ഇങ്ങനെ കിട്ടി തിരിച്ചു ചിന്തിക്കൂ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊരു പാരം ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കംസന്റെ പണി അദ്ദേഹം എടുത്തില്ലേ. ചില്ലറ ഭാഗ്യ, അയാൾ ഭാഗ്യം ചെയ്ത ആളാണ്. അങ്ങനെയാണ് കാണേണ്ടത്. എനിക്ക് അദ്ദേഹത്തോട് ഉറപ്പില്ല. ആ രാജ്ഭവനില് കണ്ടല്ലോ, രാജ്ഭവനില് 2029 നമ്മള് ഗവർണറുടെ മെയിൻ ചീഫ് ഗസ്റ്റായി പോയതാണ് നമ്മള്. ഗവർണർ ഭാര്യ ലക്ഷ്മി ചേച്ചി എനിക്ക് പൊന്നാട കാണിച്ചു. ആ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? വെറുതെ പറയില്ല. അങ്ങനെ നമ്മൾ അവർക്ക് ഒരു തൈ കൊടുത്തു. ആർക്ക്? ഗവർണർക്ക് ഒരു മാംഗോസിൻ്റെ തൈ കൊടുത്തു. അങ്ങനെ സാറിന് ഇഷ്ടമായി. നമുക്കെനിക്ക് ഹിന്ദി നല്ലോണം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ ഇത്രയും തൈകളൊക്കെ നട്ടുന്നില്ല, കാരണം ഈ വെള്ളത്തിൻ്റെ കാര്യം അവർക്കറിയില്ല. അതും എന്നെ വിളിക്കാൻ ഈ നമ്മളെ സർക്കാർ ലെവലിലെ ആൾക്കാരിലോട്ട് വിളിച്ച് അത് രസമുണ്ട്.
ഏതോ എൻ്റെ ഒരു വെള്ളം ക്ലിയറായ ഈ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫ് പെട്ട ആള് നമ്മളെ ഈ സംസ്കൃതം സംസാരിക്കുന്ന ഗ്രാമം ഉണ്ടല്ലോ കരമന, അദ്ദേഹത്തിന്റെ കറപ്പിലാണ് വന്നത്. അല്ലാതെ നമ്മളെ സർക്കാർ തലത്തൊന്നല്ലോ അങ്ങനെ അവിടെ പോയി ഇതൊക്കെ നമ്മളെ ചെയ്ത് 2 തൈ കൊണ്ടേക്ക്, ഒന്ന് ഒരു 1.5 മീറ്റർ ഉയരമുള്ള വലിയൊരു കുളമ്പ് വാങ്ങി തൈ കൊണ്ട്. അങ്ങനെ ഗവർണർക്ക് തൈ കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് ഹിന്ദി പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു പിതാജി എന്ന് വിളിച്ചു. അപ്പൊ വല്ലാത്തൊരു സന്തോഷം. मेरे को हमारा प्रधानमंत्री का साथ बहुत प्यार है, लेकिन मेरा जिंदगी में एक बार देखने के मेरे का रास्ता नहीं मिलेगा. മനസ്സിലായോ? എനിക്ക് എൻ്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദിജിയോട് വല്ലാത്ത പ്രണയമുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഈ ജന്മത്തിൽ എനിക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ല. लेकिन आप मेरे के लिए एक हेल्प करना चाहिए, मुझे करना चाहिए. आपको क्या चाहिए? चिंता എനിക്ക് വേണ്ട. ഈ തയ്യെ मैं 2.5 लाख का ऊपर झाड़ लगाया. അത് ഞാൻ 2 ലക്ഷം മരങ്ങൾ നട്ടു. ലക്കിൻ പൂർണ്ണതയ്ക്കയിൽ മേരക്കേക്ക് കാം ചെയ്യാം. എന്താ വേണ്ട വെച്ചു. അപ്പോൾ നല്ല കൊളോക്കിയൽ ലാംഗ്വേജ് ഉണ്ട്, അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടമായി. बोलो आपको क्या चाहिए? बोलो ये देखो ये एक मैंगो आम का झाड़ है, ये हमारे प्रधानमंत्री के लिए मेरा गिफ्ट आप देना चाहिए. ये आपको ये क्या है? ये मैंगो अब मैंगोस ने കൊടുത്ത് ये मैंगोस ने ये क्या है? ये मैंगोस क्या डिफरेंट है? वो 2 फल ഇപ്പോൾ ചോദിക്കണം. ഒന്ന് മാംഗോസിന് 2 മാംഗോടെ ചോദിക്കണം. നീ അല്ലെങ്കിൽ വിദേശിയെ സ്വദേശിയെ അത് മാംഗോസിന് പുറത്താണല്ലോ ഈ കൊടുത്തത്. ഏറ്റവും ജാഡിൻ്റെ ബെടാ ജാഡ് 1.5 മീറ്റർ ഉയർന്ന വലിയ മരം തന്നെ കൊടുത്തേ, കുളമ്പ് മാവിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് താങ്ങയില്ല, 40 കിലോ ഉണ്ട്. അതിൽ പിന്നെ ഉടനെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം എടുത്തു നോക്കൂ, ഇത് എത്തിക്കണം എന്നോട് പറഞ്ഞു. അപ്പം എന്നോട് ഇങ്ങനെ കെട്ടി പിടിച്ചു തരുന്നു. മേരക്കോ യാദായ മേത്തോ ആപ്കോ പ്രാർത്ഥന മേ കരേഗാ. അത് പിറ്റേന്നിൻ്റെ വിളിച്ചിട്ട് അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയക്കാൻ പറഞ്ഞു, എന്ത് മാവ്. അപ്പോൾ ഇതിൻ്റെ മാതൃവൃക്ഷം കിട്ടുന്നെടുത്ത് കൊടുത്തു, അയച്ചു. ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, യുവർ വാല്യബിൾ ഗിഫ്റ്റ് റിസീവ്ഡ് എന്ന്. പോരെ, പ്രധാനമന്ത്രി അവിടെ നട്ടു. പിന്നെ അത് കഴിഞ്ഞാൽ ഗവർണർ വിളിച്ചു എന്നോട് പറഞ്ഞു, അത് പുതിയ സെൻട്രൽ ലിസ്റ്റിൽ തന്നെ നട്ടിട്ടുണ്ട്, മാത്രമല്ല നിനക്കൊരു ഗിഫ്റ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ഒരു പെന്ന്, പാർക്കറിൻ്റെ ഒരു പെന്ന്, മോദിജിൻ്റെ കേരള രാജ്ഭവൻ. ഞാൻ അയച്ചു തന്നിട്ടാ ഫോട്ടോ. ആ ഒരു പേന എന്നിട്ട് ഗവർണർ ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തിന് കണ്ടില്ലെങ്കിൽ പ്രശ്നമല്ല, കാരണം എൻ്റെ തൈ പ്രധാനമന്ത്രി സ്വീകരിച്ചു, അതാണ് നട്ടു. ഈ 2.5 ലക്ഷം നട്ടതിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ചിടയിൽ പവിലിൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നിങ്ങളെ നാട്ടുകാരനുണ്ട് അവിടെ. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അന്നാണ് അദ്ദേഹത്തെ കാര്യമായിട്ട് കാണുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട് കൂടെ. അപ്പോൾ ഇങ്ങോട്ട് വരും വിളിച്ചു. ആള് പെട്ടെന്ന് ഇവിടെ ശ്രദ്ധാ കേന്ദ്രമല്ലാണ്, ഗവർണർ അത്രയും മുമ്പ് സംസാരിച്ചല്ലേ. അപ്പോൾ ഈ ഹിന്ദി പറഞ്ഞ ഉപ്പർക്ക് മനസ്സിലായില്ലെങ്കിലും ഉപ്പരിന്നെ ഈ ആൾക്കാരെ മുമ്പിൽ കെട്ടിപ്പിടിച്ച് എനിക്ക് മുന്നേക്കെ തന്നേ. ആര്? ഗവർണർ. മാത്രമല്ല ഇന്നെ എല്ലാവരും പൊന്നാട അണിച്ചത് ഗവർണറാണ്. അപ്പം എന്നെ പൊന്നാട അണിച്ചത് അവരെ പൊന്നാടില്ലേ, അവരെ പത്നിയാണ്. അപ്പോൾ ഈ പൊന്നാട് എടുത്താണ്ട് എൻ്റെ മേത്ത് കിടാൻ നേരത്ത് അവരോട് രശ്മി ആപ്പിടാലോ ഏ ആപ്ക ആത്മീയ പറഞ്ഞാൽ അവരെ കൈ കൊടുത്തു. അങ്ങനെ അവരെ ഭാര്യയാണ്. ഫോട്ടോ ഒക്കെ സമയത്തുണ്ടോ ഇതൊക്കെ വേണമെങ്കിൽ കാണാം. അവരുണ്ട് ഈ അമ്മേനെ ഇട്ടിട്ടായിരുന്നു. അതിൽ നമ്മൾ ഹിന്ദി സംസാരം കൊണ്ട് ഇവർക്ക് ഇഷ്ടമായി ഒരു എല്ലാം പറഞ്ഞു. അപ്പം എന്നോട് വെച്ച് ആള് ശ്രദ്ധാകേന്ദ്രം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആരാണ് സാർ, എനിക്കറിയില്ല, പക്ഷെ എനിക്കറിയില്ലല്ലോ നമ്മൾ ആരാണ്. അപ്പം പെട്ടെന്ന് ആള് ശ്രദ്ധാകേന്ദ്രമല്ലോ ഇവിടെ വരൂ പറഞ്ഞു. അപ്പോൾ ചെന്ന് അപ്പം പറഞ്ഞു, അമ്മേ നിങ്ങളുടെ ഗ്രാമത്തിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ വന്നിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ അറിയാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ആ എനിക്ക് മനസ്സിലായി, അവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹം എനിക്ക് കൈ തന്നു. ആര്? നിങ്ങളുടെ നാട്ടുകാരൻ എനിക്ക് കൈ തന്നു. അപ്പോഴാണ് കൈ തന്നെ, അതുവരെ തരാതെ. അപ്പം എനിക്ക് അദ്ദേഹത്തിനുള്ള ബഹുമാനം കൂടിയോണ്ട് ഒന്നുമില്ല, എന്താ പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു റിയാക്ഷൻ വന്നു. നമുക്ക് വരില്ലോ പെട്ടെന്ന് ഒരു കൊള്ളിയാൻ മിന്നി. ഞാൻ കൈ കൊടുക്കണ കൈ പെട്ടെന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് കൈ ഇങ്ങോട്ട് കുപ്പി നേരെ ഇങ്ങോട്ട് കുമ്പിട്ട് പകുതിയിലാണ് കുമ്പിട്ടുന്നുണ്ട്. ഹരഹര മഹാദേവാണ്. അപ്പോൾ ഈ എടുത്ത കയ്യെടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പിടിച്ചു. അത്ര ഇതെന്താ സംഭവമാണ് ഹരഹര മഹാദേവ എന്ന് പറയാൻ എനിക്ക് തോന്നിയത്. അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനം സ്നേഹമുണ്ട്. കാരണം ഈ സമൂഹത്തെ എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിനെ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു കംസന്റെ റോള് പൂരന്റെ റോള് ഇട്ടാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് മോക്ഷം കിട്ടും, നമുക്ക് കിട്ടില്ല. അല്ല, സത്യമാണ്, അദ്ദേഹത്തിന് മോക്ഷം കിട്ടും, നമുക്കാ കിട്ടാക്കാം. അതുകൊണ്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ ആ രൂപത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം. നല്ല മനുഷ്യനാണ്. എന്റെ ജീവിതാനുഭവമാണ് പറഞ്ഞിട്ടോ, ഞാൻ മറ്റുള്ള നെഗറ്റീവായിട്ട് പറയില്ല.
പക്ഷെ നോക്കൂ, ഇത്രയും നമ്മളെ കാര്യം പറയാം, ഈ 2.5 ലക്ഷം വൃക്ഷങ്ങൾ നട്ടു, ഒരു വനമിത്ര പോലും എനിക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും PR വർക്ക് ചെയ്യണം. എന്തുകൊണ്ട് എനിക്ക് കിട്ടാത്ത എനിക്കറിയാം. എന്താണ് ഒന്ന് കിട്ടാത്തത്? ഒന്ന്, ഞാൻ ചാണകത്തിൽ വീണെന്ന് മാത്രമല്ല അതിൽ എന്താണ് ചാണകം എന്നില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പല ആൾക്കാർക്ക് എന്താ മനസ്സിലായില്ല, മനസ്സിലായില്ലെങ്കിൽ അതാണ് കേരളത്തിൽ ആദ്യത്തെ ചാണകത്ത് വീണ ആൾ ഞാനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ കാരണം കൊണ്ട് എനിക്കിത് കിട്ടില്ല. അതിൻ്റെ നമുക്ക് നമ്മളെ ദർശനങ്ങൾ കിട്ടുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് പള്ളി ഉദ്ഘാടനത്തിന് മറ്റൊക്കെ ഇപ്പോൾ ഒരുപാട് 100 കണക്കിന് മുസ്ലിംമാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. സ്വാമിജിക്കറിയാം ഈ ഗീത പഠിക്കണം. കാരണം ഇപ്പം അടുത്ത് ജനൻ TV ആരും കണ്ടിരുന്നു, മുസ്ലിമായ അബ്ദുറഹ്മാൻ ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ജനൻ TV ഡിബേറ്റ് ആരും കണ്ടിരുന്നോ? കണ്ടിട്ടോ? അല്ലെങ്കിൽ ഒരു അയച്ചു കൊടുക്കാനും കാണാം. മുസ്ലിമായ അബ്ദുറഹ്മാൻ ഗീത കണ്ടിരുന്നോ? കണ്ടില്ലേ? ആ അബ്ദുക്ക് എന്നിട്ടോ ആ ആളെന്നെയാണ്, ആ ആളാണ് ഈ ആള്. അല്ലാഹു അക്ബർ. ഇപ്പോഴാണ് മനസ്സിലാണത്. വൈകുന്നേരം വരെ രാമായണം ചെല്ലുമ്പോ വൈകുന്നേരം അമ്മളും ചോദിച്ചിട്ടും രാമനും സീതമ്മനും ബന്ധമല്ല, ആ അബ്ദുക്ക് തന്നെയാണ് ഇരിക്കണത്. അത് ശരിയെന്ന് അമ്മ പറയണം. അപ്പൊ കണ്ടു, ആ ആളെന്നെയാണിത്. ഇത്രയും സംസാരം കേട്ടിട്ട് മനസ്സിലായിട്ടില്ല. ആ അബ്ദുക്ക് തന്നെയാണ് ഈ അബ്ദുക്ക. ഇപ്പൊ എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? എന്ത് തോന്നുന്നു? അഭിമാനം വേണ്ട, ബഹുമാനം മതി. അഭിമാനത്തിന് കുഴപ്പമുണ്ട് അമ്മ ഷെയ്ക്കണ്ട്. കാരണം അമ്മ പറഞ്ഞു നന്നായി. ഈ അഭിമാനം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം തരമ്മേ അറിയോ? നമ്മളെ അഭിമാനത്തെ തകർക്കാൻ ആർക്കും പെട്ടെന്ന് കഴിയും. ഒരിക്കലും ബഹുമാനമാണ് വേണ്ടത്. ബഹുമാനത്തെ തകർക്കാൻ സാക്ഷാൽ ഭഗവാന് പോലും കഴിയില്ല, അള്ള വിചാരിച്ച കഴിയില്ല. അയ്യോ, നമ്മളുള്ളിൽ ബഹുമാനമുണ്ട്, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണന് കഴിയില്ല, രാമന് കഴിയില്ല, അള്ളാഹ്ക്ക് കഴിയില്ല. അയ്യോ, പക്ഷെ നമ്മുടെ അഭിമാനത്തെ തകർക്കാൻ സെക്കൻഡുകൾ മതി. നമ്മൾ ശരീരത്തിൽ പോലും നടത്തും ആത്മഹത്യയിലോട്ടോ. അപ്പൊ എല്ലാവരും പറയും ആത്മഹത്യ തെറ്റാ. ആത്മാവിനെ എങ്ങനെ ഹത്യാൻ പറ്റുക? ഇപ്പൊ പേപ്പറിലൊക്കെ ആത്മഹത്യ തോന്നും, തെറ്റല്ലേ? ആത്മാവിനെ ഹത്യ ഒരാൾക്ക് പറ്റില്ല, അത് ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ല ശരീരത്തെയാണ് അല്ലേ? നേരെ ഓപ്പോസിറ്റാ പറയാം. അപ്പോൾ ആ ആളിൻ്റെയാണ്. അതേമാതിരി വയനാട്ടിലേക്ക് ഒരു പുതിയ റൂട്ട് ഞാൻ കണ്ടെത്തിയത് കണ്ടിരുന്നു, ആരും കണ്ടിരുന്നു? 5-10 മിനിറ്റ് കൊണ്ട് അടിവാരന്ന് കൽപ്പറ്റ കണ്ടോ? 10 മിനിറ്റ് കൊണ്ട് അടിവാരന്ന് കൽപ്പറ്റ. അതിന് 20 കൊല്ലത്തിൻ്റെ റിസർച്ച് ആയിരുന്നു. പക്ഷെ എനിക്ക് അത് റിസർച്ച് ചെയ്യുമ്പോൾ വയനാട്ടിലേക്ക് തൈ വെക്കാൻ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ പറയും ഈ പൊട്ടത്തരാണെന്ന്. പക്ഷെ പലപ്പോഴും അത് നെഗറ്റീവ് പോയാൽ വീണ്ടും പഠിച്ച് ഇപ്പം ഏതായാലും അമേരിക്കയിൽ നിന്നൊക്കെ ഒരു എഞ്ചിനീയർ വന്ന് അത് കൺക്ലൂഡ് ചെയ്ത് ഇപ്പം നിതിൻ ഗഡ്കരിൻ്റെ പരിഗണനയിലാണ്. അടിവാരത്തുനിന്ന് 10 മിനിറ്റ് കൊണ്ട് കൽപ്പറ്റ, ഫോറസ്റ്റ് ഇല്ല, വനമില്ല, വന്യജീവി ഇല്ലാതെ, ഒരു മരം പോലും മുറിക്കാതെ. ഇതെങ്ങനെ നമുക്ക് കഴിഞ്ഞു എന്നാണ് ചോദിക്കണേ. ഒക്കെ ഒരു നിയോഗമാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ആ ലിങ്ക് സാറ് അയച്ചിട്ട് ഇപ്പം ഞാൻ TV വന്നിരുന്നത്, ഞാൻ TV കണ്ടില്ല, ആരും കണ്ടിട്ടുണ്ടാവാം. അടിവാരന്ന് വെറും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പശ്ചിമഘട്ടത്തെ കീറി മുറിച്ച് വയനാട്ടിലേക്ക് ഒരു പുതിയ റൂട്ട് വരികയാണ്. നമ്മൾ പറഞ്ഞു കൊടുത്താണ്. 1 മീറ്റർ പോലും എന്തില്ല, ഫോറസ്റ്റ് ഇല്ല, ഒരു വന്യജീവിയെ പോലും നശിപ്പിക്കേണ്ട, ഒരു എലഫന്റ് ആനത്താര നശിക്കാതെ വയനാട് പശ്ചിമഘട്ടത്തെ കീറി മുറിച്ച് അത് നല്ല ഇതിന്റെ എൻട്രൻസും ഇതൊന്നും ഇതിൽ കൂടി ഫോറസ്റ്റ് വരുന്നില്ല. അങ്ങനെ റൂട്ട് കണ്ടെത്തണേ കുറച്ച് പണിയുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിലൂടെ ഭഗവാൻ കണ്ടെത്തി തന്നു. നമ്മൾ ഒരു പരിസ്ഥിതി ആഘാതമില്ലാതെ 10 മിനിറ്റ് കൊണ്ട് അടിവാരന്ന് കൽപ്പറ്റതാണ്. വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയെന്ന് അറിയാം. അപ്പോൾ അതിപ്പോൾ നിതിൻ ഗഡ്കരിയുടെ പരിഗണനയിലാണ്. നമ്മൾ പറഞ്ഞ 4 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്താണ് ആ റൂട്ട് വന്നത്. മാത്രമല്ല ആ പദ്ധതി വരികയാണെങ്കിൽ എൻ്റെ തൂണൽ പ്രൊജക്റ്റ് 14 കിലോമീറ്റർ 10 കിലോമീറ്റർ തൂണലും 4 കിലോമീറ്റർ റോഡും വരികയാണെങ്കിൽ 24 മാസം കൊണ്ട് ഈ മുടങ്ങിയ എത്രയും കോടികൾ തിരിച്ചെടുക്കാൻ പറ്റുന്ന അതുവരെ. അത് നമ്മൾ രാമായണത്തിൽ തീരെയാണ് കൊടുത്തത്. അല്ലെങ്കിൽ കണ്ടവർക്കറിയാം, രാമായണ തീയറിയാണ് കൊടുത്തത്. അപ്പൊ എങ്ങനെയാണ് ഒരു രാമായണ തീയറി അറിയോ? അല്ല, രാമായണത്തിൽ തീയറി ഉണ്ട്. നമ്മളെ ഈ MP ഒക്കെ ഇവിടെ പഠിക്കണ്ടല്ലോ, ഈ MP ഒക്കെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാ. ഇവിടെ ഇങ്ങോട്ട് തന്നെ പുതിയ പുതിയ കുപ്പിയിൽ ഇങ്ങോട്ട് തരാം. രാമായണ തീയറി എന്താ വെച്ചാൽ ഏതൊരു സമൂഹത്തിനും അവരെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ കയ്യിൽ നിന്ന് തന്നെ ചുങ്കം പിരിക്കണം. പക്ഷെ അത് ആ സമൂഹം അറിയാൻ പാടില്ല. നമ്മളിരുന്ന് പിരിച്ചിട്ട് വേണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണേ. പക്ഷെ നമ്മൾ അറിയാത്ത ഒരു തിയറി ആയിരിക്കണം. ആ ഒരു നമ്മൾ TV-യിലൊക്കെ വന്ന് പറഞ്ഞേ ഇത് രാമായണ തിയറിയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം. അപ്പം കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് എനിക്ക് എന്താ വേറെ എന്തെങ്കിലും മറുപടി പറഞ്ഞു. കാരണം രാമായണ തിയറി നമുക്ക് സൈക്കിളില്ല. നമ്മൾ കൊടുത്ത തിയറി എന്താ വെച്ചാൽ നമ്മൾ ഗവേഷണം നടത്തി കൊടുത്ത് ഇപ്പോൾ വയനാട്ടിലേക്ക് അടിവാരത്ത് നിന്ന് സാധാ ലോക്കൽ ബസ്സാണെങ്കിൽ 38 റുപ്യ കൊടുക്കണം. ഈ അതായത് 29 കിലോമീറ്റർ സഞ്ചരിക്കാൻ 38 റുപ്യ കൊടുക്കണം ബസ്സിന്. നമ്മൾ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ വെറും 14 കിലോമീറ്റർ ചുരുങ്ങുമ്പോൾ അത് 18 റുപ്യ മതി, 10 അടുത്താണ്. അപ്പോൾ 2 വർഷത്തിന് എല്ലാ ബസ്സിലും ഈ പൈസ തന്നെ കൃത്യമായിട്ട് 38 നമ്മൾ കൊടുത്തു കൊടുക്കുക.
എന്നിട്ട് നമ്മൾ പോണ ബസ്സുകൾ ഈ സ്കാൻ ചെയ്തിട്ട് ഇതിലൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ എത്ര ആളുണ്ട് അത്രയും പൈസ ഈ കണ്ടക്ടർ മെഷീനിൽ ഇതിലേക്ക് പോകണം. അപ്പം ബസ്സിന് ടോൾ കൊടുക്കരുത്. ഈ പോണ ഒരു ബസ്സിൽ എത്ര ആളുണ്ട് അത്രയും പൈസ 20 രൂപ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ജനങ്ങൾ ഒരിക്കലും, കാരണം നമ്മളിപ്പോൾ എത്ര കൊടുക്കണത് 38 ഇനി ഇത് വന്നാൽ എത്ര കൊടുക്കണത് 38. നമുക്ക് നഷ്ടമല്ല, പക്ഷെ നമ്മൾ 10 രൂപ അടുത്തും ചെയ്ത് ഒരിക്കലും ആ ടോളിന് ഒരിക്കലും ജനങ്ങൾ എന്താവില്ല. ഇത് നേരെ മറിച്ച് ഈ വണ്ടിനോട് 1000 രൂപ 2000 രൂപ വാങ്ങിയാൽ വണ്ടിക്കാരെ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ തന്നെ കൊടുക്കുക, ഒരാളും അതിനെ എതിർക്കില്ല. അതാണ് രാമായണ തിയറി. ആ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്, പക്ഷെ അവരറിയുന്നില്ല. നമുക്ക് ഇപ്പം കൊടുക്കണം അപ്പം കൊടുക്കുന്നുണ്ട് 10-4 എത്തി 1.5 മണിക്കൂറിൽ 10 എത്തിയും ചെയ്ത് എത്ര വർഷം കൊണ്ട് നമുക്ക് കൊടുക്കാൻ റെഡിയാണ്. ആരും എതിർക്കില്ല. ഒരിക്കലും അതിനെന്തുണ്ടാവില്ല, അതിന് പ്രതിഷേധം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൊടുത്തത്. അതാണ് രാമായണ തിയറിയാണ്. അപ്പോൾ അതൊക്കെ ജനം ടി വിയിൽ കൃത്യമായിട്ട് വന്നിരുന്നു. ഇതല്ല, രാമായണത്തിൽ ആ സമൂഹം അറിയാതെ ഈ ജനങ്ങൾക്ക് ഭാരമില്ലാത്ത രൂപത്തിലേക്കാണ് നമ്മൾ അവരോട് രാമായണം പറയാൻ എന്താ കാരണം കാരണം തന്നെയാണ്. രാമായണം പഠിച്ചോണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. അതായത് നമ്മള് ഒരു സമൂഹത്തിനോട് നമ്മള് ഒരു സമൂഹത്തിന് നമ്മൾ അവരുടെ നമ്മൾ പിരിക്കുന്ന ചുങ്കത്തിന് അവർക്ക് ബാധ്യത ഉണ്ടായിരുന്നു. മാക്സിമം അവരറിയാതെ ആയിരിക്കണം അവരോട് വാങ്ങുന്നത്. നല്ലോണം എത്രയും വാങ്ങാം, പക്ഷെ എന്ത് ചെയ്യരുത്, അവരറിയരുത്. ഇത് ആ ഒരു തീരെ നമ്മൾ ഇതിൽ കൊടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ലോകം മുഴുവൻ ഇതൊക്കെ സ്വീകരിക്കാൻ പോകാം. ഇപ്പം നമുക്ക് ദൗത്യം എന്താ വെച്ചാൽ നമ്മളിലൂടെ ഇത് കാണണം. ഇതാണ് ഭാരതത്തിൻ്റെ ദർശനം. എല്ലാവരും സ്വീകരിക്കുക, എല്ലാവർക്കും നന്മ ഉണ്ടാവുക. ലോകം മുഴുവനും അല്പസമാധാനത്തിനും കണ്ടല്ല നോക്കണേ, നല്ല ഭക്ഷണത്തിനും കണ്ടല്ല നോക്കണേ, അല്ലേ? ലോകത്ത് ഏറ്റവും നല്ല അരി ഇവിടെയല്ലേ ഇപ്പം കണ്ടകൾ. അമേരിക്കയിൽ ട്രംപ് 50% 100% ഉണ്ടാക്കിയിട്ടും ബസ്മതി അരി വരുന്നത് നിൽക്കണില്ല. ജനങ്ങൾക്കത് മതി, ഇപ്പം കിട്ടില്ല ഒക്കെ. അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ സമ്പത്താണ് പ്രധാനം. ഇതൊന്നും മനസ്സിലാക്കാതെയല്ല ആചാര്യന്മാർ ഗോപാലകൃഷ്ണനൊക്കെ പേര് വരണമെങ്കിൽ കാരണം അത് തന്നെയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ് നിർത്താം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ യോഗ കാര്യം എനിക്കറിയില്ല, ക്ഷേമകാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ യോഗം തന്നെ എനിക്കറിയില്ല. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അനന്യശ്ചിന്തയന്തോ മാം ഹേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. തന്നിൽ നിന്ന് അന്യമല്ലാത്ത ചിന്തയുടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യ. രണ്ടും ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ എന്നെ നിങ്ങൾ ആരും ഉപാസിക്കൊന്നും വേണ്ട. ക്ഷേമകാര്യം, ഈ വേസ്റ്റ് കാര്യം, വെള്ളക്കാര്യം, 10 ഡിഗ്രി ചൂട് കുറയുന്ന കാര്യങ്ങൾ, ഈ ക്ഷേമകാര്യങ്ങൾ, ഈ ജീവിതത്തിൽ അതൊക്കെ നടപ്പിലാക്കിയ കാര്യങ്ങൾ. ഖുർആൻ പറയുന്നുണ്ട്, ലിമാ തക്കൂലൂന മാലാ തഫലും. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്തൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇന്നാൻ അഹന നൊഹിയിൽ മൗത്ത വനക്കത്തും കത്തമു ആധാരവും വക്കുല്ല ഷെയ്ന അസനഫി മാമുബീൻ. അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഈ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്ന ആൾ വിപരീത ഫലം ചെയ്യും. അങ്ങനെ വല്ലൊരു വിപരീത ഫലം ചെയ്താൽ അതിന്റെ എഫക്റ്റ് നിനക്ക് എവിടെ നിന്ന് തരാന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞ്, നീ അവിടെ വരുമ്പോ, എവിടെ ബ്രഹ്മലോകത്ത് വരുമ്പോ ഞാൻ നിന്നെ മൈൻഡ് ചെയ്യില്ല, നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല, അപ്പം നീ അനുഭവിക്കണ്ടല്ലോ. അതാണ് ഇറങ്ങുന്ന ഖുർആൻ പറഞ്ഞത്. അതായത് യഥാ ധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ പൂർവകൃതം കർമ്മ കർത്താരമതി ഗച്ഛതി. പാലുള്ള 10,000 പശുക്കളുടെ നിന്ന് സ്വന്തം കുട്ടി എങ്ങനെ ഉമ്മാനെ കണ്ടെത്തണോ, അമ്മയെ, സോറി അടുക്കിന്റെ ഭാഷയ്ക്ക് പോവാണ്, ജാതികളുള്ള തൂത്താ പോലല്ലോ, അബ്ദുക്കായിട്ട് നിൽക്കുള്ളൂ. അപ്പം 10,000 പാലുള്ള പശുക്കളുടെ സ്വന്തം കുട്ടി എങ്ങനെ ഉമ്മാനെ കണ്ടെത്തുന്നു, അതുപോലെ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും നാളെ ഭൂവർലോകത്ത് നമ്മളെ തന്നെ തേടി വരും. നമ്മളെ ആത്മാവ് എവിടെ അവിടെ തേടി വരും. അവിടുന്ന് ഭഗവാനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഖുർആൻ പറഞ്ഞ. ഈ നിങ്ങൾ നാളെ അവിടെ വരുമ്പോൾ ഈ ഒരു 2 സൂക്തം പഠിച്ചാൽ ഒരിക്കലും ഇത്രയും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാത്രം അൻഫുസക്കും അഹ്ലീക്കും നാറാന്നാ ഖുർആൻ പറഞ്ഞ്. ഏതേത് നാശമാണോ നീ കാണുന്നത് അതിന്ന് നീ സ്വയം രക്ഷപ്പെടുക. അഹ്ലീക്കും, പിന്നെ നിന്റെ കുടുംബത്തിൽ മെല്ലെ രക്ഷപ്പെടുന്ന നോക്കുക, പിന്നെ ഉണ്ടാകാനാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങൾ സ്വയം രക്ഷപ്പെടില്ല, കുടുംബക്കാരെ നന്നാക്കില്ല, നാട്ടുകാരെ നന്നാക്കാൻ നടക്കണം. അതാണ് ഈ പ്രശ്നമൊക്കെ. മനസ്സിലായോ? അതുകൊണ്ട് ഈ റോഡിലൊക്കെ പരമ്പരകളൊക്കെ ഉണ്ടാകുന്നില്ലേ, അതാണ് സ്വയം നന്നാനേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഈ ദർശനമായിട്ട് എത്രമാത്രം സാമ്യമാണ്. ഞാനും പിതാവും ഒന്നാവുന്നു, എന്നെ അറിഞ്ഞവർ പിതാവിനെ അറിഞ്ഞു. ഇതല്ലേ തത്വമസി യേശുദേവൻ പറഞ്ഞത്. മണ്ണും വിണ്ണും നിറയുമ്പോൾ മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന
ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവായി വീണ്ടും വരുമോരും ധന്യൻ മനസാക്ഷി നിർമ്മലമാക്കിയിടാൻ. കർത്താവേ നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കേണമേ. കലഹം മാറ്റാൻ ശത്രുത കൈവെടിയാൻ മനസാക്ഷി നിർമ്മലമാക്കിയിടാൻ. ഈ ശത്രുതയും കലഹം മാറ്റാൻ യേശു വന്നിട്ടും ക്രൈസ്തവ ലോകത്തിലെ പ്രശ്നങ്ങൾ തീർന്നോ? ആണോ? ചിന്തിക്കാം. ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം പോലും സമാധാനം എന്നാ. 56 ഇസ്ലാമിക രാജ്യങ്ങൾ എന്താ? എന്താ കാരണം? ഈ പറഞ്ഞതുപോലെ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര എന്തെങ്കിലും അതിന് പറ്റായുണ്ടോ? പിന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഈ മുർത്തത്തുകളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഇപ്പൊ യുക്തിവാദികളൊക്കെ പറഞ്ഞ കറക്റ്റാണ്. ഈ വേദങ്ങൾ എപ്പോഴും 3 ഭാഗത്തിൽ അർത്ഥം വെക്കാൻ കഴിയണം. അത് ഒന്ന് ഉദ്ദേശാർത്ഥം, ഒന്ന് വാക്യാർത്ഥം. ഇന്ന് കാണുന്നൊക്കെ വാക്യാർത്ഥം, ഉദ്ദേശാർത്ഥം, ലക്ഷ്യാർത്ഥമുണ്ട്. ഇപ്പൊ ഖുർആനിൽ മുർത്തത്തുകളെ വഴി പേച്ചവരെ വെട്ടിക്കൊല്ലണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിനെ വെട്ടാനല്ല പറഞ്ഞത്, ആ വികാരത്തെ വെട്ടാനാണ്. അതാണ് പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമേ. ആ ദുർജനങ്ങളെ ദുർവാസനകളെ കട്ട് ചെയ്തിട്ട് സജ്ജനങ്ങളെ രക്ഷിച്ച് ദുർജനങ്ങളെ ധർമ്മിഷ്ഠന്മാരാക്കി മാറ്റുന്ന കൃഷ്ണൻ പറഞ്ഞത്. അതേമാതിരിയാണ് ഈ ഖുർആനിലും പറഞ്ഞത്. അല്ല, ഖുർആനില് ഈ മനുഷ്യന്മാരെന്നെ വെട്ടണം എന്നായിരുന്നു യഥാരൂപത്തിൽ പറഞ്ഞതെങ്കിൽ ഒരിക്കലും ഭാരതത്തിലേക്ക് വരില്ല. വന്നാൽ തന്നെ ഇത്രയും കാലം ഇവിടെ നിലനിൽക്കൂല. ഈ അർത്ഥം ഇവർക്ക് ഉദ്ദേശാർത്ഥം മനസ്സിലാവാൻ പറ്റിയും അങ്ങനെ നല്ല അർത്ഥമല്ലേ? ഭഗവാൻ പറഞ്ഞ പോലെ ആ മുർത്തത്ത് വഴി പേച്ചവരുടെ വഴി പിഴച്ച ആ ചിന്തയെ വെട്ടുക. ഒറ്റ വെട്ടിന് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു. അതിന് പകരം എന്ത് വെട്ടണത്? ആൾക്കാരെ തന്നെ വെട്ടണം. അതാണ് നമ്മുടെ അഫ്ഗാനിലും പാകിസ്ഥാനിലും ഒക്കെ കാണുന്നത്. അത് വെറും വാക്യാർത്ഥം മറ്റും. ഈ ഈശ്വരീയമായ ഗ്രന്ഥങ്ങൾക്ക് 3-4 അർത്ഥം വെക്കണം. നമുക്ക് ഗീതയിലും അങ്ങനെ വെക്കല്ലോ. ഇത് ഈ ഇതിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ച ചെറിയൊരു കാര്യം, ഒരു പ്രമുഖ പണ്ഡിതൻ പറഞ്ഞ ഒറ്റ വാക്ക് കേൾപ്പിച്ചിരുന്നു. പിടുത്തം വിട്ടു. ബുദ്ധിമുട്ടില്ലല്ലോ? സമയം കഴിക്കോ? എന്താ ഒരു മഹാപണ്ഡിതൻ പറഞ്ഞൊരു വാക്കുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളെ കേൾപ്പിച്ചുതരാം. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഇത് സംഭവം. എന്താ നല്ല ഒരു ഖുർആനിക പണ്ഡിതന്റെ ആധികാരികതയിലാണല്ലോ മറുപടി. ഏതായാലും ഇങ്ങനൊക്കെ ഓരോരുത്തർ സംശയിക്കാൻ കാരണേ ഖുർആനെ ഉപരിപ്ലവമായി മാത്രം ഭാഷാപരമായി മാത്രം കണ്ടിട്ട് അർത്ഥം വെക്കുന്നത് കൊണ്ടാണ്. മാനവലോക സ്നേഹം പഠിപ്പിക്കുന്ന ഖുർആനായാലും ഗീതയായാലും ബൈബിളായാലും അത് ഭാഷാർത്ഥം കൊണ്ടൊന്നും പറ്റില്ല. ഉദ്ദേശാർത്ഥങ്ങളുണ്ട്. അത് ഋഷിവര്യന്മാരും സൂഫികളും ഒക്കെ പറയണം. അതിന്റെ ഒരു ടച്ച്, അതിന്റെ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് അബ്ദുക്കാക്കൊക്കെ അങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞു. അപ്പൊ അവരോടൊക്കെ അങ്ങനെ നിങ്ങൾ സംസാരിച്ചത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അഭിവാദ്യങ്ങൾ. ഒരു പണ്ഡിതൻ പറഞ്ഞ വലിയ പണ്ഡിതൻ. ഇത് വേറെ സംഭവം, വേറൊരു വലിയൊരു പണ്ഡിതൻ. നമ്മളിപ്പം കാർഡിയോളജി, പീഡിയാട്രിഷ്യൻ എന്നൊക്കെ പറഞ്ഞ 3-4 ഡിപ്പാർട്ട്മെന്റ് പോലെ ഒരു ഞങ്ങളെ ഇതിൽപ്പെട്ട ഒരു വലിയൊരു ഉസ്താദ്, അദ്ദേഹം ഫൈസി ദാരിമി, അങ്ങനെ 3-4 പട്ടം കിട്ടിയ ആളാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ജിജ്ഞാസ സ്ഥിരമായിട്ട് അദ്ദേഹം ഈജിപ്തിൽ ഈജിപ്തിൽ പോയി. അവിടെ അൽ-അസർ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ 6 വർഷം നിന്ന് അദ്ദേഹം എന്ത് പഠിച്ചു? ഇസ്ലാം സ്റ്റഡി നടത്തി. ഇനി ലോകത്ത് എവിടെയും അദ്ദേഹത്തിന് പോകാൻ ബാക്കില്ല. അങ്ങനെ അതും കഴിഞ്ഞ് PhD എടുത്ത് ഡോക്ടറായിട്ടാണ് വരുന്നത്. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഒരു പ്രഭാഷണം ചെറുതായിട്ട് കേട്ടു, ഒരു പള്ളിയിൽ കാണാൻ പ്രസംഗം കേട്ടു. അദ്ദേഹം വരികയാണ്. അദ്ദേഹം വന്നിട്ട് അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ കേൾപ്പിച്ചുതരാം. അദ്ദേഹം എന്താ പറഞ്ഞല്ലോ? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങനെയെന്ന് ഓർത്ത് അതിനോർത്ത് ജീവിക്കാൻ പഠിച്ചു. പക്ഷെ ഞാൻ എന്ത് പഠിച്ചില്ല? അള്ളാഹിനെ പ്രണയിക്കാൻ പഠിച്ചില്ല അബ്ദുക്ക. അതുകൊണ്ട് അബ്ദുക്ക എനിക്ക് അള്ളാഹിനൊന്ന് പ്രണയിക്കാനുള്ളൊരു റൂട്ട് പറഞ്ഞു തരും. അത് 5-നും 10-നും പറഞ്ഞാൽ പോരാട്ടോ, കേട്ടോളി. എന്നിട്ട് നമ്മൾ 14 മിനിറ്റ് ഈ പ്രണയത്തെക്കുറിച്ച് അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തു. ദൈവത്തെ ഇത്രയും പഠിച്ച പണ്ഡിതനാണ്. ആ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ താങ്ങാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, എനിക്ക് അദ്ദേഹം കരയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും മതവിദ്യാഭ്യാസം ഇല്ല. പക്ഷെ
നമ്മൾ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ബൈബിളും തോറയും ഒക്കെ പഠിച്ചപ്പോൾ ഇന്ന് അത്യാവശ്യം കണ്ടന്റ് സാക്ഷാൽ തരേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലല്ലോ, ഇദ്ദേഹം ചില്ലറക്കാരനല്ലല്ലോ. അദ്ദേഹം പിന്നെ എന്നോട് പറയാം, എങ്കിൽ പിന്നെ ഇനി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ 99 പേരുണ്ടല്ലോ ഖുർആനിൽ, ഇതിൽ ആദ്യ പേരായിട്ടുള്ള റഹ്മാൻ, അതായത് കാരുണ്യ സ്വരൂപം എന്നാ, അതിനെക്കുറിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. പക്ഷെ അത് പറയുമ്പം മുമ്പത്തെ മാതിരി പറയരുത്, ഒന്ന് ഡയലൂട്ട് ചെയ്ത് പറയാം പോരെ. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചരാം, ജസ്റ്റ് ഇതാ, ഇത്രേ ഉള്ളൂ. ഇത് തിരിച്ചറിയാത്തവരുടെ പ്രശ്നം എന്താണ്? പിന്നെ എനിക്ക് അള്ളാഹിനെ കുറിച്ചുള്ള പ്രണയത്തെ കുറിച്ച്, അള്ളാഹിനെ പ്രണയിക്കണം, അതിനെ കുറിച്ചുള്ള നിങ്ങളതായ രീതിയിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞാണ് 10 മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രണയത്തെ കുറിച്ച് മാത്രം, അത് നമ്മളെ ഉള്ളിൽ കയറണം. ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞുതരും. 5-ന്റെ 10-ന്റെ ഒന്നും പറഞ്ഞാൽ പോരാടോ. 5-ന്റെ 10-ന് പറഞ്ഞാൽ പോരാ കേട്ടില്ലേ? ഇതാ ലാസ്റ്റ് രണ്ടാമത് നോക്കട്ടുള്ളൂ. എന്താ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കിട്ടിട്ട് പലപ്പോഴായി കേട്ടതാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിൽ തറച്ചിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് പിന്നെ അള്ളാഹിന്റെ ഇസ്മില് ഏതെങ്കിലും ഒരു റഹ്മാനാണെങ്കിൽ ഏറ്റവും ഇഷ്ടമായി. റഹ്മാൻ എന്നുള്ളത് എനിക്ക് ഒന്നങ്ങളെ രീതിയിലൊന്ന് വിശദീകരിച്ചു നിങ്ങൾ മനസ്സിലാക്കിയതിന് ഉടൻ വരെ എത്തില്ലെങ്കിലും അതിന്റെ തലത്തിലെങ്കിലും മിനിമം ബേസിലെങ്കിലും എനിക്ക് പറഞ്ഞുതരും. അപ്പൊ എന്താ സംഭവിച്ച ഈ സമൂഹം മുഴുവനും നിരന്തരം അള്ളാഹ് എന്ന സങ്കല്പത്തെ ഭയപ്പെട്ട് ഇങ്ങനെ ജീവിക്കാണ്. ഇവർക്ക് ഈ പ്രണയം എന്താണെന്ന് അറിയുന്നില്ല. ഇദ്ദേഹം ഓൺലൈനിലൊക്കെ ഒത്തിരി 5000 ആൾക്കാരൊക്കെ 500 5000 1000 ആൾക്കാർ ഓൺലൈൻ ക്ലാസ്സിലുള്ള ആളാണ്. എന്നിട്ട് രസം എന്താ അറിയോ? ഇതല്ല ഇപ്പൊ എൻ്റെ അടുത്ത് കിട്ടിയത് ആ 14 മിനിറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തോട്ട് താങ്ങില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അതൊന്നും മുപ്പർക്ക് കുറേശ്ശെ കേട്ട് ഇത്രയും പറഞ്ഞു മനസ്സിൽ ഉൾക്കൊള്ളാൻ നമ്മൾ എന്നുള്ള ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അർജുനന് പറഞ്ഞു കൊടുത്തല്ലോ, ഞാൻ എന്താന്നില്ല അതാണ് പറഞ്ഞു കൊടുത്തു. അതന്നെ പറഞ്ഞില്ല, അത് അറബിയാക്കിയാൽ പറഞ്ഞു കൊടുത്തു. ഈ ഭാഷ രണ്ടുള്ള ഗുണമാണേ. ഇപ്പൊ സംസ്കൃതത്തിൽ ഭഗവാൻ എന്താണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത അതേ വേർഷൻ എൻ്റെ വേർഷനല്ലോ കേട്ടോ, അത് ഇത്തിരി അറബിയിലേക്കാണ് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് അറബിയിലാണ് മനസ്സിലായി. ഇദ്ദേഹത്തിന് ഇത് താങ്ങാൻ കഴിയില്ലേ. ആ ആനന്ദം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ഈശ്വരൻ പേടിയാണ്, നരകത്തിൽ പേടി, ദൈവത്തോട് ഉള്ളിൽ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലെ, അങ്ങനെ നിൽക്കണ ഇരുന്നാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. അങ്ങനെ ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ക്ലാസ്സിൽ ഇടയ്ക്ക് ഇത് കൊടുക്കും അദ്ദേഹത്തിന് ഓൺലൈൻ ക്ലാസ്സിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊഫസർമാരും ഡോക്ടർമാരും ചില്ലറല്ല അറിയാലോ, ഹൈ ലെവലില്ലതാണ്. ഈ ടീമിൽക്കൊക്കെ ഈ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കുറേശ്ശെ കൊടുക്കും. അവസാനം ഇയാൾക്ക് പേഴ്സണലായിട്ട് വരാൻ തുടങ്ങി, ഡോക്ടറെ നിങ്ങൾക്ക് എവിടുന്നാണ് ഇത് കിട്ടുന്നത്? അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഒരു സിനോട് പറഞ്ഞു എല്ലാവർക്കും ഗുരുവിനെ കാണാൻ. ഞാൻ പറഞ്ഞു പൊന്നാരെ മാഷെ, ഞാൻ മാഷനെ വിളിക്കാം, നിങ്ങളെ ഗുരുവിനെ വെളിപ്പെടുത്തിയ ഇങ്ങളും തല്ലു ഇന്നും തല്ലു. കഴിഞ്ഞില്ലേ കഥ, എൻ്റെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞില്ലേ? അവരിപ്പോൾ ഗുരു ഏതോ വലിയ ആളെ സങ്കല്പിച്ചിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയും എൻ്റെ ഗുരു പഠിപ്പിച്ചെന്ന്. ഇവർക്കൊക്കെ ഇപ്പോൾ ഗുരുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഗുരു ആരാന്ന് അറിഞ്ഞാൽ ഗുരുവിന് കിട്ടും, ഉപ്പർക്ക് കിട്ടും. ഇതാണ് കാലം. അപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, എത്ര പാവങ്ങളാണ്. കാരണം അല്ല, ഞങ്ങളെ മുസ്ലിം സഹോദരങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ പാവങ്ങളാ. കാരണം ഇത്രയധികം ഈശ്വരന്റെ 99 പര്യങ്ങൾ ഒന്നുപോലും പേടില്ല. പക്ഷെ ഈ മൂലന്മാർ ഇവരെ പേടിക്കാൻ പഠിപ്പിച്ച് നരകം കഠിന ശിക്ഷ ഇതിങ്ങനെ പറഞ്ഞ് ഹൂർലിങ്ങൾ, മദ്യപ്പുഴ, മദാരസ, ഈ മോഹന വാഗ്ദാനം പറഞ്ഞ് ഒരു സമൂഹത്തെ തളച്ചിട്ടേക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാലോ? എന്താ ഇത് കാരണമുണ്ട്. ഇത് ഭഗവാൻ ഗീതയെ പറയുന്നുണ്ട്, വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രിസ്ത്യാനിയോട് ഒരുപാട് വിഭാഗമായിട്ട് പരസ്പരം അടിച്ചുകൊടുക്കുക. ഞങ്ങളെ മുസ്ലിങ്ങളും അങ്ങനെ. കാരണം ഒരു കൂട്ടർ സ്വർഗത്ത് പോയ തൃപ്തിയല്ല, മറ്റോ നരകത്ത് പോയി കണ്ടെങ്കിലേ എനിക്ക് സ്വർഗം മതി എന്ന് പറയുന്നത്. ആ ലെവലിലെത്തിയിട്ടുണ്ട് ആണല്ലേ? ഈ നമ്മുടെ ഹിന്ദുക്കളിലും ഇങ്ങനെ ഇത് ഉണ്ട്. ഞാനാണ് മോക്ഷം, മറ്റുള്ള ഇതിന് കാരണം എന്തല്ലോ? ഇത് ഗീതയിൽ ഒറ്റ ശ്ലോകം കൊണ്ട് പറഞ്ഞ് നിർത്താൻ പോവാ. കേൾക്കണോ? മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത്യത്തതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിമാം വേത്തി തത്വതഃ. 1000ങ്ങളിൽ ഒരുവനെ എന്നെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കത്തുള്ളൂ. ഇതൊന്ന് ഡയലൂട്ട് നോക്കി. 1000 ആളെ കൂട്ടത്തിൽ ഒരാളെ സാക്ഷാൽ ഭഗവാനെ, അള്ളാഹുവിനെ, കർത്താവിനെ, ഇത്ര പോലെ. ഈ മൂന്ന് കൂട്ടല്ലേ ഉള്ളൂടെ, ഈ 3 കൂട്ടരും ബാക്കിയൊക്കെ വേണ്ട. നിങ്ങൾ ഭഗവാനാണ് കൂട്ടിക്കൂടി, ഞാൻ അള്ളാഹ് കൂട്ടുക, അപ്പുറത്തെ ജോസഫേട്ടൻ കർത്താവാണ് കൂട്ടി തീർന്ന്. 1000 ആളെ കൂട്ടത്തിൽ ഒരാളെ സാക്ഷാൽ ഭഗവാനെ, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധി മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. ആ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. അങ്ങനെ പ്രയത്നിക്കുന്ന 1000ങ്ങളിൽ ഒരുവനെ
ആ സിദ്ധി കൈവരുന്നുള്ളൂ. അപ്പോൾ എത്രയായി? 1000 × 1000 10 ലക്ഷം. 10 ലക്ഷത്തിൽ ഒരാൾക്ക് സാക്ഷാൽ അള്ളാഹുവിനെ, ഭഗവാനെ, ഈശ്വരനെ മനസ്സിലാക്കാനുള്ള സിദ്ധി കൈവരുന്നുള്ളൂ. അത്രേ ഉള്ള അർത്ഥം. ഇനി നമ്മളിതൊന്നും കൂടി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് നമ്മൾ ഭഗവാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഭഗവാന്റെ അപ്പുറം കിടക്കണം. ഈ ഭഗവാൻ പറഞ്ഞ് ബാക്കി ചിന്തിക്കാനാണ്. നമ്മളങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? അങ്ങനെ മനസ്സിലാക്കിയ 1000-ങ്ങളിൽ ഒരുവനെ എന്നെ തന്നെ ലഭിക്കുന്നുള്ളൂ. ഖുർആൻ നേരത്തെ പറഞ്ഞ് വല്ലാഹു നൂർ സമാവാത്തി, അതായത് ആകാശങ്ങളുടെ പ്രകാശത്തെ ലഭിക്കുന്നുള്ളൂ. കൃഷ്ണൻ പറഞ്ഞ ബ്രഹ്മാണ്ടത്തിലെ പ്രകാശത്തെ മോക്ഷത്തിനപ്പുറം കടക്കുന്നുള്ളൂ. അപ്പൊ എത്രയായി? 1000 10 ലക്ഷം 100 കോടി. 100 കോടിയിൽ ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ലോകത്ത് എത്ര കോടി ഉണ്ട്? 700 കോടി. എത്ര ആക്ക്? 7 ആക്ക്. അപ്പൊ ഇവിടെ ജഗതി പറഞ്ഞ പോലെ അടിഞ്ചി പിരിഞ്ചി അല്ലെ, AP, EK, ISM, ഓർത്തഡോക്സ്, അത് ഇത് നായർ, തീയർ, അത് ഇത് കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പിരിഞ്ച് ഈ 7 ആളെങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരണം. ഈ പറഞ്ഞപ്പോൾ മനസ്സിലാണ്ടോ? എന്തുകൊണ്ട് മനസ്സിലാണ്ട്? ഈ കലിയുഗത്തിൽ ഇത്ര അധികം അധർമ്മങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞത് ഈ വചനം ത്രേതായുഗത്തിലോട് പറഞ്ഞാൽ മനസ്സിലാവോ? നിങ്ങൾ ചിന്തിക്ക്, ഈ ഒരൊറ്റ ശ്ലോകം ത്രേതായുഗത്തിൽ ജനിച്ചു പോയ ആൾക്കാർക്ക് മനസ്സിലാവോ? കൃതയുഗത്തിലവർക്ക് മനസ്സിലായോ? ദ്വാപരയുഗത്തിലവർക്ക് മനസ്സിലാവോ? കലിയുഗത്തിലവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം എന്താ? ഇവിടെ കലി നടന്നുകൊണ്ടാണ് ഇത് ശരിയാത്. ഇവിടെ എല്ലാവരും കൃതാർത്ഥരാണെങ്കിൽ ഈ ശ്ലോകത്തിന് വല്ല അർത്ഥമുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നോട് പറയാൻ പുണ്ടാ പോയി കത്തുക്ക ആ ഇപ്പൊ ഇത്ര നല്ല ജനങ്ങളുടെ ഇത് തെറ്റാണ് അറിയില്ലേ? അപ്പം ഈ ശ്ലോകം 5000 ചിലാനും കൊല്ലായി നിലനിൽക്കാൻ കാരണം ഇതാണ്. കാരണം പിടുത്തം കിട്ടില്ലേ? ഇതിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടണം? അതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്, കു അൻഫുസക്കും വഅഹ്ലികുന്നാർ. ഏത് നാശത്തും നമ്മൾ സ്വയം മാറി രക്ഷപ്പെടുക. നീ സ്വയം രക്ഷപ്പെടാനാണ് പറഞ്ഞു. അതന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതെന്ന് നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് മുന്നോട്ട് വന്ന് നോക്കുക. അപ്പോൾ എനിക്ക് തന്ന വിഷയം ഭാരതദർശനമാണ്. ഇതിൽ ഭാരതദർശനം എന്താ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുവിന് കൊടുക്കുക. എൻ്റെ വാക്കിൽ എന്തെങ്കിലും വേദന തോന്നിയെങ്കിൽ അതിൻ്റെ അഹങ്കാരമാണ്. ഈ ജന്മത്തിൽ എൻ്റെ ഗുരു മുഹമ്മദ് നബിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓരോരുത്തർക്കും ഓരോ ജന്മം ഉണ്ടല്ലോ. ആ ജന്മത്തിൽ ഇങ്ങനെ കിട്ടി ഇതിലൂടെ തന്നെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ ധർമ്മങ്ങളൊക്കെ പഠിച്ചപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇത്രയൊക്കെ പഠിച്ചതിക്ക് എനിക്ക് എന്നാലും കൺവെർട്ട് ആയിക്കൂടെ? അതിനും പറ്റില്ല. കാരണം ഭഗവാൻ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ അമ്മയെ മാറ്റാൻ പറ്റുമോ? അച്ഛനെ മാറ്റാൻ പറ്റുമോ? സഹോദരനെ, സഹോദരിയെ മാറ്റാൻ പറ്റുമോ? നീ ജനിച്ചപ്പം ആദ്യം സംസാരിച്ച നിന്റെ മാതൃ ലാംഗ്വേജ് മാറ്റാൻ പറ്റുമോ? ഇത് 5 മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനെ എൻ്റെ കൾച്ചർ മാറ്റാൻ പറ്റുക? പിന്നെ ഈ വഴി പോയാലോടെ എത്തുമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടാവുള്ളൂ. സാരല്ല, അവിടെ എത്തും. നിങ്ങളൊക്കെ എത്തി അത്യാവശ്യമൊക്കെ എത്തുമ്പോൾ ബാക്കിൽ ഞാനും വരണ്ട് എന്നാ പോരെ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിനെ പറ്റിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആര് ചോദിച്ചാലും വേറെ ഗുണമുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരം കിട്ടും. നേരെ മറിച്ച് ഒറ്റയ്ക്ക് എന്നോട് ചോദിച്ചാൽ അത് ഒരു വ്യക്തിക്ക് മാത്രമായി മാറും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. നിർത്താലേ, നമുക്ക് മൈൻഡപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ചോദിക്കാം.